بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي واحلل عقدة من لساني يفقهوا قولي اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكة الكرام أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله العالمين يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرم بصلاة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബഹുമാനമുള്ള സയ്യിദ് അവറുകൾ ജലീൽ സല്ലാഹി മറ്റ് ഉസ്താദുമാർ പണ്ഡിതന്മാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ശൈഖ് റിഫായി തങ്ങളുടെ മുഖുകൾ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ഉമ്മമാർ സഹോദരന്മാർ വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ വലിയ മഹത്വം നിറഞ്ഞ അഖ്താബുൽ അർബഅത്തിലെ രണ്ടാമത്തെ മഹാനായ ശൈഖ് റിഫായി തങ്ങളുടെ അനുസ്മരണത്തിന്റെ സദസ്സിലാണ് നമ്മളുള്ളത്. അവിടുത്തെ അനുസ്മരിക്കുന്നതിന്റെ
ഭാഗമായി അല്ലാഹുവിന്റെ ദീനിയായ വിഷയങ്ങൾ പറയുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനവറുകളുടെ വഅലിന്റെ മജ്‌ലിസിൽ 1,00,000 പേർ പങ്കെടുക്കാൻ പതിവുണ്ടായിരുന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് അൽ-ഉമരി അൽ-മഹ്ദി രേഖപ്പെടുത്തിയത് 10,000 ആളുകൾ 1,00,000 ആളുകൾ എന്ന് പറഞ്ഞു. സാധാരണക്കാരല്ല, പണ്ഡിതന്മാരും വലിയ ഔലിയാക്കളും നാട്ടിലെ ഭരണ കൃത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രാജാക്കന്മാരെ ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ശൈഖ് റിഫാഇ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ സദസ്സിൽ ഒരു ദിവസം ആർക്കും എന്തിനും ചോദിക്കാൻ എന്ന് പറഞ്ഞു 200 ചോദ്യം മുഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. 200 ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് ഒരു പണ്ഡിതൻ എണീറ്റ് നിന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ മുഹമ്മദുൽ കബീർ റിഫാഇയോട് ചോദിക്കരുത്, ഇനി എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ മറുപടി പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, മോനെ അത് വേണ്ട, എന്റെ ആയുസ്സിലല്ലേ എനിക്ക് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവർ ഇനിയും എന്നോട് ചോദിച്ചോട്ടെ, നീ അതിന്റെ തടസ്സം നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് നമുക്ക് കാണാം. ആ നിലയ്ക്ക് ഇൽമിനെ സ്നേഹിച്ച മുഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്മരണത്തിന്റെ സന്ദർഭത്തിൽ നാം സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അമിതമായി നീട്ടി സംസാരിക്കുന്നില്ല, എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് പരസ്പരം സഹകരിക്കുന്ന രൂപത്തിലും സ്നേഹിക്കുന്ന രൂപത്തിലുമാണ്. മൃഗങ്ങളുടെ സ്വഭാവം താൽക്കാലികമായുള്ള സ്നേഹങ്ങളും താൽക്കാലികമായുള്ള ബന്ധങ്ങളും ആ താൽക്കാലിക സമയം കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ പരസ്പരം സ്നേഹിക്കാതിരിക്കുകയും സ്വന്തം അമ്മയോട്, സ്വന്തം പിതാവിനോട്, സ്വന്തം മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത സാഹചര്യങ്ങളും മനുഷ്യരല്ലാത്ത മറ്റ് ജീവികളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യരങ്ങനെയല്ല. മനുഷ്യരെപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത് പരസ്പരം സ്നേഹിക്കുകയും ഇടപെടുകയും പരസ്പരം സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും സഹകരിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധം ഉയർത്തണമെന്നും കുടുംബത്തിൽ പരസ്പരം സ്നേഹങ്ങൾ ഉണ്ടാകണമെന്നും സ്നേഹമുള്ള കുടുംബത്തിലെ അല്ലാഹു തആല ഐശ്വര്യം നൽകുകയുമുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, കുടുംബങ്ങൾ പരസ്പരം ഇണങ്ങാതെ സ്നേഹിക്കാതെ ഭൂമി ലോകത്ത് ജീവിച്ചാൽ എന്തെങ്കിലും ചെറിയ ഭൗതികമായ വിഷയത്തിന്റെ പേരിൽ
ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം ഭിന്നിച്ച് കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഭൂമി ലോകത്ത് ജീവിച്ചാൽ ഏറ്റവും വലിയ പ്രയാസമാസം അള്ളാഹു അവരുടെ ജീവിതത്തിൽ നിന്ന് റഹ്മത്തിനെ ഉയർത്തിക്കളയുമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ഉയർത്തിക്കളയുമെന്നതാണ്. നിങ്ങൾക്ക് കാണാം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യഗണങ്ങളിൽ ഒരാളായ അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ പറയുന്നു, ഞങ്ങളൊരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ അറഫയിൽ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നല്ല വഅദ് പറഞ്ഞു. ഞങ്ങളെ മനസ്സുകൾ ഇങ്ങനെ കോരിത്തിരിക്കുന്ന വഅദാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം വലിയ വിപ്ലവകരമായ ഉപദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അത്രയും ശക്തമായ ഒരു വിപ്ലവകരമായ പ്രഭാഷണം നടത്തിയ ഒരു നേതാവിനെ ലോകത്ത് കാണാൻ കഴിയില്ല. കാരണം ഒരൊറ്റ പ്രഭാഷണം കൊണ്ട് 60 രാജ്യങ്ങളിൽ ആ പ്രഭാഷണത്തിൽ നിന്ന് ആവേശം ലഭിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി അവിടുത്തെ ശിഷ്യഗണങ്ങളിൽ പോവുകയാണ്. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണം നടത്തുന്നു. വജിലത്ത് മിനൽ ഖുലൂബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രഭാഷണം കേട്ടപ്പോൾ ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ ഞെട്ടി വിറച്ചു പോയി. വദരിഫത്ത് മിനൽ ഉയൂൻ. ഞങ്ങളുടെ കണ്ണുകളൊക്കെ ഈറനടിഞ്ഞു പോയി. വല്ലാത്ത ഒരു സാഹചര്യം, ഞങ്ങളെ മനസ്സുകളൊക്കെ കിടിലം കൊള്ളുന്ന വല്ലാത്ത ഒരു സാഹചര്യം. അല്ലാഹുവിന്റെ റസൂൽ ശക്തമായ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് അവിടുത്തെ പ്രസംഗം നിർത്തി. അറഫയുടെ മൈതാനിയാണ്, അറഫാ ദിനമാണ്. അതിൽ അല്ലാഹുവിന്റെ പ്രസംഗം നിർത്തിയപ്പോൾ സഹാബത്ത് അത്ഭുതപ്പെട്ടു. എന്താണ് ഈ പ്രസംഗം നിർത്തുന്നത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പ്രഭാഷണം നിർത്തിയപ്പോ സഹാബത്ത് ഭയപ്പെട്ടു. പക്ഷേ ഒരു വാചകം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യുജാലിസുനി മൻ അംസാ ഖാതിഅ റഹിമഹി. സന്തുഷ്ട കുടുംബമില്ലാതെ, പരസ്പരം പഴിചാരി, പരസ്പരം ഭിന്നിച്ച്, പരസ്പരം സ്നേഹമില്ലാതെ ജീവിക്കുന്ന വല്ല കുടുംബങ്ങളും എന്റെ കൂട്ടത്തിൽ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന വല്ല മനുഷ്യരും എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം, ലാ യുജാലിസുനി. ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. സഹാബത്ത് കോരിത്തിരിച്ചുപോയി, ഞെട്ടിപ്പോയി. കാരണം എന്തൊരു വാചകമാണ് പറയുന്നത്, എന്തൊരു വാചകമാണ് പറയുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഅദ് പറയുന്ന ഇൽമിന്റെ മജ്ലിസിൽ, ആ ഇൽമിന്റെ മജ്ലിസിൽ അറഫയുടെ മൈതാനിയിൽ അറഫാ ദിവസത്തിൽ സിദ്ദീഖുകളുടെ കൂടെ അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ആ പുണ്യ മജ്ലിസിൽ ഇരിക്കാൻ യോഗ്യതയുണ്ടാകണമെങ്കിൽ അവൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ കുടുംബം പുലർത്തുന്നവനാകണം, കുടുംബത്തിൽ ബന്ധം പുലർത്തുന്നവനാകണം. ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ച് ഒഴിവാക്കി അന്വേഷിച്ച് തെറ്റി വഴികൂടി ഈ സദസ്സിലേക്ക് വരുന്നുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം, ലാ യുജാലിസുനി. അവൻ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു വാചകം കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി, കോരിത്തിരിച്ചുപോയി. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബത്തിൽ ഭിന്നിച്ച് സ്നേഹമില്ലാതെ അടികൂടി വഴക്കുകൂടി സദസ്സിൽ വന്നെങ്കിൽ അവനിക്ക് നഷ്ടം എത്രയാണ്?
സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെ തിരിഞ്ഞു നോക്കി എന്തെങ്കിലും എണീറ്റ് പോകുന്നുണ്ടോ? ആരാണ് സദസ്സിൽ നിന്ന് എണീറ്റ് പോകുന്നത്? ഒരു മനുഷ്യനും എണീറ്റ് പോകുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ തങ്ങൾ പറയുന്നു, ഞങ്ങളെ സദസ്സിൽ നിന്ന് ഞങ്ങളെ സദസ്സിൽ നിന്ന് ഒരു കുട്ടിയും എണീറ്റില്ല. എല്ലാ ജനങ്ങളും റസൂലുള്ളാഹി എണീറ്റ് പോകണമെന്ന് പറഞ്ഞതിന്റെ ശേഷവും അവിടെ ഇരിക്കുകയാണ്. കഴിയുന്ന സമയത്ത് ഒരു മനുഷ്യനില്ല. ഒരാളെണീറ്റങ്ങ് പോയി അദ്ദേഹം സദസ്സിന്റെ ഏറ്റവും ബേക്കിലാണുള്ളത്. സദസ്സിന്റെ ബേക്കിലുള്ള ഈ മനുഷ്യൻ എണീറ്റങ്ങ് പോവുകയാണ്. സഹാബത്ത് ഒന്നും കണ്ടിയില്ല, റസൂലുള്ളാഹിയും കണ്ടിയില്ല. എണീറ്റ് പോയ ആള് പോയി. അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗം വീണ്ടും തുടർന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങ് വന്നു. പോയ മനുഷ്യൻ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ചോദിച്ചു, അദ്ഖുലു യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങോട്ട് കടക്കട്ടെയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിൽക്ക് മോനെ, നിൽക്ക്. മലക്കലം യഖും അഹദുൻ മിനൽ ഹൽഖത്തി ഗൈറു. ഈ സദസ്സിൽ നിന്ന് നീയല്ലാതെ ഒരു കുട്ടിയും എണീറ്റ് പോയില്ലല്ലോ. നീ മാത്രമല്ലേ ഈ സദസ്സിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എണീറ്റ് പോയത്? നീ എന്തുകൊണ്ട് എണീറ്റ് പോയി? കാരണം പറയണം. ഒരു സദസ്സിലിരുന്നാൽ അങ്ങനെ എണീറ്റ് പോകാൻ പറ്റൂല. പക്ഷേ പോയതിന് കാരണമുണ്ടല്ലോ. ഇദ്ദേഹം പറഞ്ഞു, ഇൽമിന്റെ മജ്‌ലിസ് വലിയ ബഹുമാനമുള്ള മജ്‌ലിസാണ്, വലിയ മഹത്വമുള്ള മജ്‌ലിസാണ്. അതിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കെ എണീറ്റ് പോകൽ അതിനോടുള്ള അവഹേളനമാണ്. അത് കേട്ട ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ പോലും ബഹുമാനപ്പെട്ട പറഞ്ഞു, ഞാനൊരു മജ്‌ലിസിൽ പോയിരുന്നാൽ പറയപ്പെടുന്ന വാദ് ഞാൻ എത്ര വട്ടം കേട്ടാലും, പറയപ്പെടുന്ന ഉപദേശം ഞാൻ എത്ര കേട്ടാലും പിന്നെയും കേൾക്കാത്തതുപോലെ വീണ്ടും കേൾക്കും. എന്താണ് കാരണം? പറയപ്പെടുന്നത് അല്ലാഹുവിന്റെ ദീനാണ്. എന്നാൽ പറയുന്ന മനുഷ്യനിക്ക് തോന്നും, എന്ത്, ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ല. പക്ഷേ ഇതേ സമയത്ത് അദ്ദേഹം പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പ്, വഅദ് പറയുന്ന ആൾ പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ ആവശ്യം കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ തങ്ങൾ ചോദിക്കുന്നു, റസൂലുള്ളാഹിന്റെ ചോദ്യം അതാ രേഖപ്പെടുത്തുന്നു. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു? മോനെ, നീയല്ലാതെ ഒരു മനുഷ്യനും ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോയിട്ടില്ല. നീ പോകാൻ എന്താണ് കാരണം? പറഞ്ഞു, സമയത്തുല്ലദീ ഖുൽത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, മുത്തുനബിയേ, ഞാൻ അവിടുന്ന് പറഞ്ഞത് ഞാൻ കേട്ടു, അവിടുത്തെ ഉപദേശം ഞാൻ കേട്ടു നബിയേ. അവിടുന്ന് പറഞ്ഞത് എന്താണ്? ലാ യുജാലിസുനി മന്നം കുടുംബബന്ധം മുറിക്കുന്നവൻ, കുടുംബത്തിൽ വിള്ളലുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി സ്നേഹത്തോടെ സന്തോഷത്തോടെ അല്ലാതെ വന്നിരിക്കുന്ന ഒരു മനുഷ്യരും വന്ന ഒരു മനുഷ്യനും ഈ സദസ്സിലിരിക്കരുതെന്നല്ലേ പറഞ്ഞത്? എന്നാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു നബിയേ.
എന്റെ ഒരു ഉമ്മയുടെ സഹോദരി ഉണ്ടായിരുന്നു, എന്റെ ഒരു ഉമ്മയുടെ സഹോദരി ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രശ്നമാണ്, ഞങ്ങൾ തമ്മിൽ വയക്കാട്, ഞങ്ങൾ തമ്മിൽ ഭിന്നതയിലാണ്. ഞാൻ അവിടുത്തെ വീട്ടിലേക്ക് പോകാറില്ല നബിയേ, അവരെന്റെ വീട്ടിലേക്ക് വരാറില്ല, കണ്ടാലും മിണ്ടാറില്ല, സ്നേഹപ്രകടനങ്ങളിൽ ഒത്തുകൂടാറില്ല, ദോഷത്തിൽ ഞങ്ങൾ പങ്കുചേരാറില്ല. ഞങ്ങളങ്ങനെ ഭിന്നിച്ച് ഞങ്ങൾ സന്തുഷ്ട കുടുംബമല്ലാതെ ജീവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോഴല്ലേ അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. നബിയേ, ഞാൻ ഓടി എന്റെ ഉമ്മയുടെ അരികിലേക്ക്. പഠിക്കേണ്ട കുറെ വിഷയം ഇവിടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സഹാബി പറയുന്നു, ഞാൻ ഓടി നബിയേ, ഓടിയിട്ട് ഞാൻ ചെല്ലുന്നു എന്റെ ഉമ്മയുടെ സഹോദരിയുടെ അരികിലേക്ക്. ഞാൻ എന്നെ ചെന്നപ്പോൾ നമ്മളെ നാട്ടിൽ രണ്ടാള് കാണിക്കുകയാണ്. ഒരാള് അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓ, ഞങ്ങളൊക്കെ മനസ്സിൽ ഞാനും എന്റെ കുടുംബത്തിലൊരാളും എന്റെ അരികിലേക്ക് നന്നാക്കാൻ വേണ്ടി ഒരാളിങ്ങോട്ട് വരുന്നു നന്നാകാൻ. ആ സമയത്ത് എന്റെ മനസ്സിൽ ഗർവെത്രയാണ്, എന്റെ മനസ്സിലെ അഹങ്കാരം എത്രയാണ്, എന്റെ മനസ്സിലെ വലിയ വികാരം എത്രയാണ്. ധിക്കാരത്തോടെയല്ലേ ചിന്തിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനിക്കും അതിന് കഴിയരുത്. ഈമാനുണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ ഒരു ഗർവിനും നമ്മുടെ മനസ്സിനെ അനുവദിക്കരുത്. കാരണം എന്താണ്? രണ്ടാള് തെറ്റിരുന്നാൽ രണ്ടുപേർക്ക് അപകടമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ ചെന്നു നബിയേ, എന്നിട്ട് ഞാൻ ചെന്നപ്പോൾ എന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലെന്നെ ചെന്ന് കേറി സലാം ചൊല്ലിയപ്പോൾ അതാ ഉമ്മയുടെ സഹോദരി അടങ്ങി വന്നു എന്നോട് പുഞ്ചിരിച്ച് വിളിച്ച് ചോദിച്ചു, മോനെ, എന്റെ മോനെ എത്ര കാലമായി എന്റെ അരികിൽ വന്നിരിക്കുന്നു, എത്ര കാലമായി ഞാൻ എന്നെ കണ്ടിട്ട്, നീ എത്ര കാലമായി ഇവിടെ വരാതിരുന്നിട്ട്. എനിക്ക് എന്റെ മോനെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നി. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയല്ല. ഓ വന്നാ ചിലപ്പോൾ മൈൻഡ് ചെയ്യൂല. ഓ, നമ്മളെ മനസ്സിൽ എന്തോ ഒരു ഭൗതികമായ വിഷയത്തിന്റെ പേരിൽ എന്തോ ഒരു വിദ്വേഷമുണ്ട്. ആ വിദ്വേഷത്തിന്റെ പേരിൽ ഞങ്ങൾ മിണ്ടൂല, സ്നേഹിക്കൂല. ശ്രദ്ധിക്കടേ സഹോദരങ്ങളെ, സന്തുഷ്ട കുടുംബമായി പരസ്പരം ഇണക്കത്തോടെ സ്നേഹത്തോടെ ജീവിച്ചില്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ ലഭിക്കുന്ന വലിയ ഒരു പ്രയാസത്തെ കുറിച്ചാണ്, വലിയ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്, വലിയ ഒരു പരീക്ഷണത്തെ കുറിച്ചാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയാൻ ഈ സഹാബി കയറി വന്നു. എന്നിട്ടോ, മോനെ, ഞാൻ ചെന്നു എന്റെ ഉമ്മയുടെ അരികിലേക്ക്, ഉമ്മയുടെ സഹോദരിയുടെ അരികിലേക്ക്. എന്നിട്ട് പറഞ്ഞു, നീ മോനെ, ഈ സാധാരണ വരാത്ത നീ ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വരാൻ കാരണം? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനം കൊണ്ട് പൊട്ടിക്കരയുന്നു. ഉമ്മ വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ തരത്തിനാണ്. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇപ്പോൾ ഓടി വരാനുള്ള കാരണം. റസൂലുള്ളാഹിന്റെ മജ്‌ലിസിലിരുന്നുകൊണ്ട് ഞാൻ നബിയുടെ ഉപദേശം കേൾക്കുന്നു, ഹബീബിന്റെ ഉപദേശം കേൾക്കുന്നു. ഹബീബുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് അവിടുത്തെ മുഖം നോക്കി ഇങ്ങനെ സന്തോഷിക്കുന്നു. ആ സമയത്ത് ഹബീബിന് പ്രഖ്യാപനമാണ്, കുടുംബബന്ധം മുറിക്കുന്നവൻ ഇവിടെ ഇരിക്കരുത്. കുടുംബബന്ധം മുറിക്കുന്നവൻ സന്തുഷ്ട കുടുംബത്തിലല്ലാതെ ജീവിക്കുന്നവർ ഇവിടെ ഇരിക്കരുത്. ഓ, ഞാൻ ഇവിടുന്ന് ഓടിയതാണ്. നിങ്ങൾ ഭിന്നിപ്പിലല്ലേ, നിങ്ങൾ തെറ്റിലല്ലേ, വിദ്വേഷത്തിലല്ലേ, സ്നേഹത്തിലല്ലോ. ഞാൻ
ഇവിടത്തേക്ക് ഓടിയതാണ് ഉമ്മ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപദേശത്തിന്റെ പൊരുൾ സന്തുഷ്ടരല്ലാതെ, പരസ്പരം സ്നേഹത്തിലല്ലാതെ, എന്തെങ്കിലും ചെറിയ വിഷയത്തിന്റെ പേരിൽ വിദ്വേഷം വെച്ച് ആരെങ്കിലും ജീവിച്ചാൽ, ഒരു നാളെ മഹ്ശറയിലെത്തിയാൽ ഹബീബിന്റെ കാര്യത്തിലെത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ മെയിന്റ് ചെയ്യൂല. അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ മെയിന്റ് ചെയ്യൂല. റസൂലുള്ളാഹി അവിടുന്ന് ശുപാർശ ചെയ്യൂല. ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ ആകയാൽ മുഅ്മിനീങ്ങൾക്ക് അതല്ലേ അഭിലാഷമായിട്ടുള്ളത്. ആകയാൽ മുഅ്മിനീങ്ങൾ ഒരാളെയും തിരിഞ്ഞു നോക്കാത്ത ആ സമയത്ത് ഉമ്മ മക്കളെ നോക്കൂല, മക്കളുമ്മാനെ നോക്കൂല, അനുജനെ നോക്കൂല, അച്ഛനെ നോക്കൂല, കൂട്ടുകാര് പരസ്പരം ഒരു പിന്തുണയുമില്ല. ആ സമയത്ത് ശുപാർശ തരണേ നബിയേ. റസൂലിന്റെ ശുപാർശ നിങ്ങൾ കണ്ടില്ലേ? പറയുന്നു, ിലെത്തുമ്പോ കോടതിയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നൊരു വാചകമുണ്ട്. ുകൊണ്ട് പറയുന്നു, ഒരു വാചകമുണ്ട്, അത് കേട്ടാൽ മനസ്സിന് വല്ലാത്ത സന്തോഷം. ഖുർആനിലൊരു വാചകമുണ്ട്, അത് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത സംയോജന, സന്തോഷമോ സമാധാനം എന്താണെന്നല്ലേ? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. നബിയേ, നിങ്ങൾക്ക് ഞാൻ മഹ്ശറയിൽ മതിവരുവോളം തരും. നബിയേ, നിങ്ങൾക്ക് മതിവരുവോളം ഞാൻ മഹ്ശറയിൽ അധികാരം തരും. നബിയേ, ഈ ഒരു വാചകം അല്ലാഹു തആല മുത്ത് നബിയെ അറിയിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പ്രതികരിച്ചു, അല്ലാ അല്ലാഹു വാഹിദുൻ മിൻ ഉമ്മത്തി അല്ലാഹുവേ, എനിക്കും മതി വരുവോളം തരുമെന്നല്ലേ നീ പറഞ്ഞത്? വലാ അർള, എനിക്ക് മതി വരൂല, എനിക്ക് തൃപ്തി വരൂല. വാഹിദുൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്തിലുണ്ടോ? ശുപാർശ പറഞ്ഞ് അല്ലാഹുവാകുന്ന നിന്നോട് ശുപാർശ പറഞ്ഞ് അവരെ കൈപിടിച്ച് സ്വർഗത്തിലെത്തിയാലല്ലാതെ, എത്തിച്ചാലല്ലാതെ എന്റെ മനസ്സിന് തൃപ്തി വരൂല. അതുകൊണ്ടല്ല അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്ന ആയത്ത് കേൾക്കുന്നതൊരു സമാധാനമാണ്. നരകത്തിലാണെങ്കിൽ എന്റെ ഹബീബിന്റെ കൈ പിടിക്കുമല്ലോ, ഈ ഒരു സമാധാനമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ കിട്ടാത്ത വിഭാഗമായി പോകും. കുടുംബം സ്വരച്ചേർച്ചയില്ലാതെ ഭിന്നിച്ച് ജീവിക്കുന്നവർ ചോദിക്കുന്നു, പിന്നെ നമ്മുടെ ഇസ്ലാമുകാർ എന്ത് പവറാണ്, നമ്മുടെ നിസ്കാരങ്ങൾ എന്തൊരു പവറാണ്, നമ്മുടെ മറ്റാമലുകൾ എന്ത് പവറാണ്. റസൂല് നമ്മളെ കൈയൊഴിക്കാൻ അതിന്റെ സദസ്സിൽ വന്ന എന്റെ മോഹിനീങ്ങളോട്, എന്റെ ഉമ്മമാരോട്, സഹോദരങ്ങളോട്, ദുനിയാവിൽ എന്തൊരു വിഷയങ്ങൾ ഉണ്ടായാലും, എന്തൊരു വെപ്രാളങ്ങൾ ഉണ്ടായാലും, നമ്മളോട് ധിക്കാരം ചെയ്താലും, ഓ സഹോദരങ്ങളെ, കുടുംബത്തിൽ സന്തോഷത്തിലല്ലാതെ ഭിന്നതയിൽ ജീവിക്കരുത് കേട്ടോ. ഇതുകൊണ്ട് കഴിഞ്ഞു ഇല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സ്വന്തക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയുടെ സഹോദരിയുടെ അരികിൽ ചെന്നു, എന്നിട്ട്
ഞാൻ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മോനെ, എന്റെ ആഗ്രഹം പോയി പോകുന്നാണോ പറയുന്നത്? നമ്മൾ നരകത്തിലായി പോകുമെന്നാണോ പറയുന്നത്? പൊട്ടിക്കരഞ്ഞു. ഞാനതാ ഉമ്മയോട് ഉമ്മ പറഞ്ഞു, മോനെ, മോന്റെ എല്ലാ ദോഷവും വന്ന് പുറത്തു തരട്ടെ, ഞാനൊക്കെ പൊരുത്തപ്പെട്ടു. മോനെനിക്ക് പൊരുത്തപ്പെടണോ? ഞാൻ അങ്ങോട്ടും പറഞ്ഞു, ഉമ്മ നിങ്ങൾ പൊരുത്തപ്പെടണോ? തിരിച്ച് പരസ്പരം പൊരുത്തപ്പെടിച്ച് നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് അല്ലാഹുവിനോട് തൗബ ചെയ്ത് ഞങ്ങൾ ഇത് വന്നിരിക്കുന്ന നബിയെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വാചകം കൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, നീ ഒരു നല്ലത് ചെയ്തവനാണ്. നല്ലതൊരാൾ ചെയ്താൽ അയാൾക്കൊരു പ്രശംസ കൊടുക്കണം, അയാൾക്കൊരു അംഗീകാരം കൊടുക്കണം. ആ അംഗീകാരം കൊടുക്കുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്ക് വിളിച്ചു. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈ സഹാബിയെ വിളിച്ച് അവരുടെ ഇടയിൽ അവിടെ ഇരുത്തിയിട്ട് റസൂലുള്ളാഹി ഒരു വയല് പറഞ്ഞു, നിങ്ങളൊക്കെ കേൾക്കണം കേട്ടോ. കുടുംബം ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു ഭിന്നിപ്പുണ്ടാക്കുമ്പോഴാണല്ലോ കുടുംബത്തിന് പ്രശ്നം വരുന്നത്. അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും തകരാറുള്ളപ്പോഴല്ലേ? ഒരാളിൽ ഇപ്പൊ എന്റെ ജീവിതത്തിലുള്ള സ്വഭാവത്തിൽ തകരാറുണ്ടെങ്കിൽ എന്റെ ഉമ്മ ഒരു വിട്ടുവീഴ്ച ചെയ്യണോ? അതാ പറഞ്ഞു നോക്കണം. നന്നാകൂലെങ്കിൽ ഉമ്മ വിട്ടുവീഴ്ച ചെയ്യണോ? അതാ എന്റെ ഉമ്മയിൽ ഒരു സ്വഭാവത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ ഞാനത് പുറത്തേക്കണം. എന്റെ ഭാര്യയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്കണം. അതുപോലെ എന്റെ ജ്യേഷ്ഠന് കുഴപ്പമുണ്ടെങ്കിൽ ഞാനെങ്ങനെ തിരിച്ചേക്കണം. എന്തിനാ ഞാൻ സഹിക്കുന്നത്? ഞാൻ സഹിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, അതാണ് ഈ ചെറുപ്പക്കാരനെ ഇരുത്തിയിട്ട് പറയുന്നവനെ നീ നല്ലവനാണ്, നീ നല്ലത് ചെയ്തവനാണ്. ഇത് പറഞ്ഞിട്ടുള്ള ഒറ്റ വയലാണ് ജനങ്ങളോട്, ജനങ്ങളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തം വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണമെങ്കിൽ അലാ ഇന്നർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്തില്ല തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാദിയു റഹീം. കുടുംബ ബന്ധം മുറിക്കുന്ന മനുഷ്യനിക്ക്, കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മനുഷ്യനിക്ക്, കുടുംബത്തിൽ പരസ്പരം ഭിന്നതയുണ്ടാക്കുന്നവനിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ? നിങ്ങളുടെ ജോലിയിൽ റഹ്മത്ത് വേണോ? നിങ്ങളുടെ കച്ചവടത്തിൽ റഹ്മത്ത് വേണോ? നിങ്ങളുടെ ആയുസ്സിൽ റഹ്മത്ത് വേണോ? ആരോഗ്യത്തിൽ റഹ്മത്ത് വേണോ? നിങ്ങളുടെ ജോലിയിൽ റഹ്മത്ത് വേണോ? അത് ഇറങ്ങൂല. ഒരു സമൂഹത്തിന് ചില മഹാന്മാർ പോലുള്ള കൊല്ലങ്ങളിൽ ങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഈ വാചകം? ത്തിന് കിട്ടിയില്ല. നമ്മൾ കാണുന്നില്ലേ ചില ഉപ്പമാരെന്താണ് അവര് പോയി അരിമവല്ലായി, ഒരു വർഗത്തും കിട്ടിയില്ല. അപ്പുറത്തെ വീട്ടിലുള്ള പാവപ്പെട്ട അത്രയും യുക്തിയില്ലാത്ത സന്ദേഹമില്ലാത്തവര് പോയിട്ട് രക്ഷപ്പെട്ട് വരുന്നു. നമ്മൾക്ക് പറയുന്നു, എന്റെ മക്കൾ ഇങ്ങനെയായി പോയല്ലോ, ഞാനും ഇങ്ങനെയായി പോയല്ലോ. ഇങ്ങനെ നിങ്ങളെ കുടുംബത്തിന് ഭിന്നിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് അടികൂടി ജീവിച്ചോളൂ. ഉപ്പയും മക്കളും തമ്മിൽ എന്തോ ഒരു വിഷയത്തിൽ തമ്മിൽ തെറ്റാണ്. അതാ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാണ്, ഉമ്മയും വാപ്പയും തമ്മിൽ തെറ്റാണ്. തെറ്റി നടന്നോളൂ. അല്ലാഹു റഹ്മത്ത് തരൂല, മറക്കിട്ട് തരൂല.
മുത്ത് നബിയാണ് പറയുന്നത്. ഉമ്മമാരെ, നമ്മളപ്പുറത്തെ വീട്ടുകാരനെ നോക്കിയിട്ട് പറയാണ്, അവർക്ക് എന്തൊരു ബർക്കത്താണ്, എന്തൊരു റഹ്മത്താണ്, എന്തൊരു വിലപ്പെടയായിരുന്നു, നമ്മളെ നന്നോടിന്റെ വീടായിരുന്നു. ഇപ്പൊ അവരത് വാർപ്പിന്നതായി. നമ്മളെ പഴയ ഓടല്ലേ, നമ്മൾക്ക് കണ്ടെന്താണ് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിലേക്ക് വെറും സൈക്കിൾ ഇല്ലായിരുന്നു. ഒരു കാറ്, ആരൊക്കെ കാറ് വലിയ എന്തൊക്കെയാണ്. ചിലപ്പോ ഞങ്ങൾ ആരെങ്കിലും കണ്ടതായിരിക്കും. നമ്മളെ 4 മക്കൾ എഴുതി പോവില്ലേ, അവർക്ക് ശരിയാകുന്നില്ലല്ലോ. ശരിയാകൂല, റഹ്മത്ത് തരൂല, ബർക്കത്ത് തരൂല. കുടുംബബന്ധം പുലർത്താൻ പരസ്പരം വെറുപ്പിലാണോ? തരേണ്ടവനല്ലയാ, റഹ്മത്ത് തരേണ്ടവനല്ലയാ. അല്ല തരണമെങ്കിൽ ഒരു നിബന്ധന പറഞ്ഞു, നിങ്ങൾ സന്തുഷ്ട കുടുംബമായി ജീവിക്കണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 10 വിഷയങ്ങളിൽ സ്നേഹസന്തോഷമുള്ള കുടുംബമായി ജീവിച്ചാൽ 10 വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനിപ്പോ എല്ലാം കൂടെ വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് സന്തുഷ്ട കുടുംബം ജീവിതം എങ്ങനെ ഉണ്ടാവും? വെറും സന്തോഷത്തിൽ ജീവിച്ചാൽ ഒരുപാട് റഹ്മത്തും ബർക്കത്തും കിട്ടും എന്നുള്ളതിനുപരി എങ്ങനെ ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ കഴിയും, അതും കൂടെ വേണ്ട പറഞ്ഞു. അതിന്റെ മുമ്പ് 10 വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ഞാൻ വളരെ സിമ്പിളായി പറയുകയാണ്. നിങ്ങളോട് പറയട്ടെ, കുടുംബത്തിൽ ഭിന്നിച്ച് ജീവിച്ചാൽ, വെറുപ്പോടെ ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കൊടുക്കുന്ന ഒരു വിഷയമാണ് എന്ത്? അവർക്ക് പരീക്ഷണങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, മാരകമായ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. നിങ്ങൾ കണ്ടില്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസാഹിബിഹി അൽ-ഉഖൂബത ഫിദ്ദുനിയാ മഅ മാ യുദ്ഖറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗയി വഖതിയത്തിർ റഹിം. ദുനിയാവിൽ അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്താൽ, ദുനിയാവിലുള്ള ഒരു പരീക്ഷണം കൊടുത്താൽ ചിലപ്പോ പരീക്ഷണം കൊണ്ട് അല്ലാഹു മതിയാക്കും. എന്നാൽ നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് ഒരു വീഡിയോ കണ്ടു. എന്താണ്? സൗദി അറേബ്യയിൽ 4-5 ദിവസം മുമ്പ് പത്രത്തിൽ വന്നൊരു റിപ്പോർട്ട്. എന്താണ് പത്രത്തിൽ വന്ന റിപ്പോർട്ടിലുള്ളത്? ഒരു പെണ്ണ്, ഒരു അറബി പെണ്ണ്, വീട്ടിലുള്ള പണിക്കാരിയായ ഒരു പെണ്ണിനെ അവർ കൊന്നുകളഞ്ഞു. തെളിഞ്ഞപ്പോൾ കൊലക്ക് കൊലയാണല്ലോ. അൽ ഖത്ലു ബിൽ ഖത്ൽ, ഖിസാസ് അങ്ങനെയാണ്, കൊന്നതിന് കൊലയാണ്. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻഹാ ബിൽ ഉൻഹാ. ഖുർആൻ എങ്ങനെയാ പറഞ്ഞത്? ആണിനെ കൊന്നാ കൊന്നോട്ട് ഇങ്ങോട്ടൊക്കെ കൊല്ലും. അപ്പൊ എന്താണ്? ഒരു പെണ്ണിനെ കൊന്നപ്പോൾ അവളെ കൊല്ലുകയാണ്, വെട്ടിക്കൊന്നു. ആ കൊല്ലുന്ന സമയത്ത് അതാ വിളിച്ചു പറയുന്നത്, എന്താ വിളിച്ചു പറയുന്നത്? ഈ ഒരു ശിക്ഷ നടപ്പിൽ വരുത്തുന്നത് കൊണ്ട് പാരത്രിക ലോകത്ത് പെണ്ണിനുള്ള പൊരുത്തപ്പെട്ട് കൊടുക്കാം. കോടതിയുടെ ജഡ്ജിയുടെ വിധിയുടെ ഉടനെ അദ്ദേഹം അത് പറഞ്ഞു. ഞാൻ പറയട്ടെ, ദുനിയാവിൽ ഒരു മനുഷ്യൻ കുടുംബത്തിൽ ഭിന്നിച്ച് പരസ്പരം പോരടിച്ച് വെറുപ്പോടെ ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിക്ക് ദുനിയാവിൽ റഹ്മത്തില്ലാത്ത ജീവിതം കൊടുക്കും, പരീക്ഷണ ജീവിതം കൊടുക്കും, പ്രയാസകരമായ ജീവിതം കൊടുക്കും. റസൂലുള്ളാഹി പറയുന്നു, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസാഹിബിഹി അൽ-ഉഖൂബത ഫിദ്ദുനിയാ. ദുനിയാവിൽ വലിയ പ്രയാസങ്ങൾ കൊടുക്കലോടുകൂടെ മഅ മാ യുദ്ഖറു ലഹു ഫിൽ ആഖിറ,
ആഖിറത്തിൽ വലിയ വിഷമം കൊടുക്കുന്ന, വലിയ പ്രയാസം കൊടുക്കുന്ന ഒരു അദാബ് എന്താണ്, അമലി എന്താണ്? മിനൽ ബഗി വഖതിയത്തിൽ റഹിം. രണ്ട് തെറ്റാണുള്ളത്. ഒന്ന് ബഗയാണ്. ബഗി എന്ന് പറഞ്ഞാൽ നാട്ടിൽ അവിടെയും ഇവിടെയും നടന്ന് പ്രശ്നമുണ്ടാക്കി അക്രമകാരിയായി നാട്ടിലത് അരാജകത്വം വിതക്കുക. ആ അരാജകത്വം ഉണ്ടാക്കുന്നവനിക്ക് ദുനിയാവിലുള്ള പരീക്ഷണം കൊടുക്കും. ആഖിറത്തിലോ? രണ്ടാമത്തെ വിഷയം എന്താണ്? സാമൂഹിക വിഷയമാണ്. രണ്ടാമത്തെ വിഷയം കുടുംബ വിഷയമാണ്. കുടുംബ ബന്ധം മുറിച്ച് ഒരു ബന്ധമില്ല. നമ്മളെ നാട്ടിലൊക്കെ എത്ര ആളുകളുണ്ട് ഉമ്മാനോട് മിണ്ടാത്തവർ, വാപ്പയോട് മിണ്ടാത്തവർ, ജ്യേഷ്ഠനോട് മിണ്ടാത്തവർ, അനുജനോട് മിണ്ടാത്തവർ. അവരോട് എതിരാണ്. അവരെ കല്യാണത്തിന് കൂടൂല, സൽക്കാരത്തിന് കൂടൂല. കുറുപ്പാട് സഹോദരങ്ങളെ, അവർക്ക് അല്ല ദുനിയാവിൽ പരീക്ഷണങ്ങൾ കൊടുക്കോ കഴിഞ്ഞില്ല. ആഖിറത്തിലും അല്ല വലിയ പരീക്ഷണം കൊടുക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭിന്നിച്ച് ജീവിക്കരുത്, വെറുത്ത് ജീവിക്കരുത്. പരസ്പരം സ്നേഹിക്കണം. പറഞ്ഞ ഹദീസിൽ കാണാം, ഈമാനുള്ളവനെ ഭിന്നിച്ച് വെറുപ്പോടെ ജീവിക്കാൻ കഴിയൂല. ഈമാനുള്ളവന്റെ 3 ലക്ഷണം റസൂലുള്ള പറഞ്ഞു. ഒന്ന് പല്ലിയുക്കിരിം ലൈഫ, അവന്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ അവരെ ആദരിക്കും. രണ്ടാമത്തത് റഹിമ, അവൻ കുടുംബത്തിൽ സ്നേഹത്തോടെ ജീവിക്കും. മൂന്നാമത്തത് സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മിണ്ടൂല, നല്ലത് പറയും, അല്ലെങ്കിൽ മിണ്ടൂല. ഇതിൽ രണ്ടാമത്തെ വിഷയം ഈമാനുണ്ടെങ്കിൽ ഞാൻ വലിയ നിസ്കാരക്കാരനായാൽ പോരാ, നോമ്പുകാരനായാൽ പോരാ. നമ്മൾ ഭയങ്കര സദക്ക കൊടുക്കുന്ന ആളാണ്. അങ്ങനെ വെറും സദക്ക കൊടുത്താലും ആരും പോരാ. കുടുംബ ബന്ധം പുലർത്തുന്നവനാകണം. എന്നാലേ ഈമാനുള്ളോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂൽ പറഞ്ഞില്ല, അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളോടൊരു വിഷയം പറയട്ടെ. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണോ? നിങ്ങൾ മുഅ്മിനീങ്ങളെ കണ്ടാൽ നിങ്ങൾ സലാം പറയണം. നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണമാർക്കെങ്കിലും ഭക്ഷിപ്പിക്കണോ? നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണേ, കുടുംബത്തിൽ സ്നേഹത്തിൽ ജീവിക്കണേ. രാത്രിയിൽ ജനങ്ങൾ കടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എണീറ്റ് നിസ്കരിക്കണോ? അങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങളങ്ങനെ സ്നേഹത്തോടെ പരസ്പരം ഭിന്നിക്കാതെ ജീവിച്ചാൽ സലാമുള്ള ദാറുസ്സലാം എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ വീട്, ആ വീട്ടിലേക്ക് നിങ്ങൾക്ക് കടക്കാം. 4 കാര്യമാണ് പറയുന്നത്. രണ്ടെണ്ണം സാമൂഹിക വിഷയമാണ്. അതാ മൂന്നാമത്തത് കുടുംബമാണ്. നാലാമത്തത് വ്യക്തിപരമായ വിഷയമാണ്. ആദ്യം പറഞ്ഞത് ജനങ്ങളോട് സലാം പറയലും ഭക്ഷണം കൊടുക്കലുമാണ്. മൂന്നാമത്തത് കുടുംബപരമായത് കുടുംബ ബന്ധം. എന്നാൽ നമുക്ക് കിട്ടുന്നത് അല്ലാഹു വളരെ രക്ഷയോടുകൂടെ സ്വർഗ്ഗത്തിലേക്ക് കടത്തും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും ചെറിയൊരു വിഷയത്തിലേ വെറുക്കാണ്. എന്തൊക്കെ ആളുകൾ എന്തൊക്കെ ചെറിയ വിഷയങ്ങൾ
ഞാൻ ഓർക്കുകയാണ്, തലശ്ശേരി ദർശനം നടത്തുമ്പോ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അതെ എനിക്കൊരു റഹ്മത്തും ബർക്കത്തും കിട്ടുന്നില്ല. ഗൾഫിൽ 4 5 കടയുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ കൂടുന്നു 5 കൊല്ലം കൊണ്ട് 4 കടയും നഷ്ടത്തിലായി വിറ്റുപോയി. ഞാൻ വീട്ടിൽ കൂടിയതിന്റെ ശേഷം എനിക്ക് ആ വീട്ടിൽ എന്തോ ഒരു ബർക്കത്ത് കുറവുണ്ട്. ഞാൻ അയാളോട് വെറുതെ ചോദിച്ചു, നിങ്ങൾ ആരോഗ്യം ഭിന്നിപ്പുണ്ടോ, തെറ്റിലുണ്ടോ? അയാൾ പറഞ്ഞ ആളുണ്ട്, തന്നെയാണ് പ്രശ്നം, എനിക്കും അറിയാം. എന്റെ ഉമ്മയും എന്താ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രശ്നം? ഓതാരെല്ലോ പോയിട്ട് എന്തെല്ലോ സുഖമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമ്പോഴേക്ക് അവന്റെ മനസ്സിലുള്ള എന്തോ ഒരു തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞു, അങ്ങനെ അതൊന്നല്ല. ഞാൻ പറഞ്ഞു, അതൊന്നുമില്ല. ഞാൻ ചോദിച്ചതിന്റെ അപ്പുറം അതൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല. ഞാൻ ചോദിച്ചു, അയാൾ വിചാരിച്ചത് ഞാൻ വലിയ ഔലിയായി പോയി. എന്താണെന്നറിയോ, അയാളെ കുടുംബത്തിലൊരു വിഷയം അങ്ങനെ ഉണ്ട്. ഒന്നങ്ങ് ചോദിക്കുമ്പോഴേക്ക് ഭയങ്കര വിശ്വാസമായി പോയി. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബ ബന്ധം പുലർത്തിയാലേ അല്ലാഹു ബർക്കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു റഹ്മത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഭിന്നിച്ച് ജീവിക്കുന്നുണ്ടോ? ദുഷ്ട കുടുംബമല്ലേ നിങ്ങൾ? അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിന്റെ പേരിലാണ് നിങ്ങൾ തെറ്റിയത്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ തെറ്റിയ വിഷയം കേൾക്കണോ നിങ്ങൾക്ക്? ഒന്നുമല്ല, അടുപ്പിൽ തീ അണക്കുമ്പോ, തീ കൂട്ടുമ്പോ വീട്ടിൽ കൂടുന്നത് ഇവന്റെ ഉമ്മയും അവന്റെ ഭാര്യയുടെ ഉമ്മയും തമ്മിൽ ചെറിയൊരു കോമ്പിയാണ്. തമ്മില് ചെറിയൊരു പണക്കുണ്ട്. ഏതായാലും രണ്ടാളും ഇല്ലാണ്ടിരിക്കാൻ പറ്റൂല. കാരണം അവരുടെ വീട്ടിന് പകുതി പൈസ കൊടുത്തത് അമ്മായും അമ്മൂശനാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് അവനെ വിളിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഏതായാലും ഇവൻ എന്ത് ചെയ്തു? ഇവൻ അടുപ്പിൽ തീ കത്തിക്കുമ്പോ, എന്നാ നമ്മൾ അടുപ്പിൽ തീ കത്തിക്കല്ലേ? അതേത് പറഞ്ഞു, ഉസ്താദിനെ കൊണ്ടുവന്ന് കത്തിപ്പിച്ചു. ഉസ്താദ് അടുപ്പിൽ വെച്ചിട്ടാ, ഇനി ആരെങ്കിലും എടുത്തു വെച്ചോളി എന്ന് പറഞ്ഞ് ഉസ്താദിക്ക് പോകുന്നു. ഉടനെ ഇവന്റെ ഭാര്യയുടെ ഉമ്മ എന്ത് ചെയ്തു? ആ പാലോ വെള്ളോ എന്തോ ഒരു സാധനം അടുപ്പത്തങ്ങ് എടുത്തു വെച്ചു. അതിവന്റെ സ്വന്തം ഉമ്മാക്ക് പിടിച്ചില്ല. ഉമ്മ ചോദിക്കാണ്, അവളാരാണ് എന്റെ മകന്റെ വീട്ടിൽ ഈ പാല് വെക്കാന്? ഞാനല്ലേ വെക്കേണ്ടത്? ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ വിളിച്ചാൽ ഇവനെ ചെറുപ്പക്കാരന് എന്നോട് പറഞ്ഞത് സത്യമായ കഥയാണ്. എന്നോട് പറഞ്ഞ പെങ്ങൾ വിളിച്ചിട്ട് വന്നിടാ, നിന്റെ ഭാര്യയുടെ ഞങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് മനസ്സിലാക്കിയത്? നമ്മളെ ഉമ്മാനെ വെച്ചിട്ട് എങ്ങനെയാണ് അവള് പാലെടുത്ത് അടുപ്പത്ത് വെക്കുക? ആരെങ്കിലും വെച്ചോട്ട് അതിനോട് പ്രശ്നമാക്കാനാണ്. ഇവൻ പറഞ്ഞതൊന്നും ഞാനറിയില്ല, നിങ്ങളൊന്നും കൊണ്ടല്ലേ. ഏതായാലും ഇന്നത്തെ പരിപാടി കഴിയട്ടെ. അപ്പൊ പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം കേൾക്കണം, നീ അവരെ കൂടെയാണല്ലേ? ഇന്റെ കുറെ കൊണ്ട് ഞങ്ങളില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയാ പിന്നെ ഞാൻ നിങ്ങളൊരു ബന്ധമില്ലാതെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇതുവരെ 5 കൊല്ലമായി ഞാൻ ആ വീട്ടിൽ കയറിയിട്ടില്ല. ഉമ്മാന്റെ വീട്ടിലും ഇതുപോലെ പെങ്ങളെ വീട്ടിലും. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റാണ്. നിന്റെ ഉമ്മയോട് നീ ഭിന്നിച്ച് ജീവിച്ചാൽ, നിന്റെ പെങ്ങളോട് നീ ഭിന്നിച്ച് ജീവിച്ചാൽ പറ്റൂല. ഈ ചെറുപ്പക്കാരന്റെ ന്യായമായൊരു ചോദ്യം നല്ല ഉസ്താദേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട്ടിൽ ഞാൻ കൂടുമ്പോൾ എന്നോട് എന്റെ ഉമ്മ സഹകരിക്കണ്ടേ, എന്റെ പെങ്ങൾ സഹകരിക്കണ്ടേ? ഇപ്പൊ അവര് അടുപ്പക്കാരെടുത്ത് വെച്ചതൊന്നും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. അവര് പോയാൽ ഈ ഉച്ചക്കേറ്റ ചോറ് ആദ്യ ഉമ്മാക്ക് നീ കൊടുക്കണമായിരുന്നു, പെങ്ങൾക്കും കൊടുക്കണമായിരുന്നു. അവര് മടക്കിയാലോ? മടക്കിക്കോട്ടെ. അപ്പൊ നീ എന്താണ് പിന്നേമാരെന്ന് ചെല്ലണായിരുന്നു? വേണ്ടിയില്ലെങ്കിലോ വേണ്ടണ്ട. എന്നാ ചെറുപ്പക്കാരോട് പലരും ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതില്ലേ, ഇങ്ങോട്ട് കൊണ്ടുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് കാണിക്കലല്ല കേട്ടോ കുടുംബ ബന്ധം പുലർത്തൽ. വലാകിനിൽ വാസിലുല്ലദീ ഇദാ ഖതഅത റഹിമഹു വസലഹു.
അല്ലാഹുവിന്റെ റസൂൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കുടുംബ ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്താവും, നമ്മളവരെ കല്യാണത്തിനൊക്കെ ഒരു ഉപ്പാന്റെ അനിയന്റെ മോന് സജീവമാണ്. അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളും സജീവമാണ്. എന്നാലോ മറ്റേ ഉപ്പാന്റെ അനിയനുണ്ട് നിങ്ങൾ അത്ര വരൂല, നമ്മളും ഇല്ല. അങ്ങനെ അതല്ല വേണ്ടത്. റസൂലുള്ളാഹി പറയുന്നു, നിന്റെ വീട്ടിൽ വന്ന് ഒരാൾ ആവശ്യമുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടോ, നീ അവിടെ പോയി ഇടപെടണോ. ഇനി ഇടപെടാത്തൊരു കുടുംബമുണ്ടോ, നീ അവരിലേക്ക് പോയി ഇടപെടണം. ഒരു മനുഷ്യനാരാ നിന്റെ കുടുംബ ബന്ധം മുറിച്ചൊരാൾ ജീവിക്കുന്നുണ്ടോ, അയാളോട് ബന്ധം പുലർത്തുന്നവനാ. ഇപ്പൊ ഞമ്മക്കൊരു സംശയമുണ്ടാകും, നമ്മൾ അങ്ങോട്ടെന്താണ് സ്നേഹത്തോടെ ചെല്ലുന്നു. നമ്മൾ ചിലപ്പോൾ ഇത് പറയുമ്പോ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും. നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു, നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു, നമ്മളെ ഉമ്മാനഞ്ചത്തിന്റെ വീടാണ്, വീടാനഞ്ചന്റെ വീടാണ്. നമ്മൾ അവരുമായി ബന്ധം നന്നായി പുലർത്തുന്നു. ചിലപ്പോൾ അവര് നമ്മളോട് മിണ്ടൂല. നമ്മളെ പെങ്ങളെ വീടാണ്, ആ വീട്ടിലേക്ക് നിങ്ങൾ പോകുന്നു, കുടുംബ ബന്ധം പുലർത്തുന്നു. അവരിങ്ങോട്ട് കുടുംബ ബന്ധം പുലർത്തൂല. പലരും അങ്ങനെയുണ്ട്. നമ്മളങ്ങോട്ട് സ്നേഹം പ്രതീക്ഷിച്ചു പോകുന്നു, അവരിങ്ങോട്ട് സ്നേഹം കാണിക്കുന്നില്ല. ഇങ്ങനെ വന്നാലോ നമ്മൾ ഞാനൊരു ന്യായം പറയാറുണ്ട്. ഞാൻ പറയുന്നത്, ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം കടലിലെ പറയല്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ടും വരണോ. എന്നാൽ ആ പാലം ഇസ്ലാമിലില്ല, ആ പാല ഇസ്ലാമിലില്ല. കാരണം എന്താണെന്നറിയോ, ഒരാൾ ഒരു പാലിട്ടിട്ട് ഇങ്ങോട്ട് കിടക്കുന്നില്ലേ, നമ്മൾ അങ്ങോട്ട് കടന്നുകൊള്ളണോ. അത് നമ്മളെ നാടൻ പാലാണ്. നിങ്ങളെ പാലാകെ വ്യത്യാളാണ്. അത് വിചാരിച്ചിട്ട് ഒരാളും ഇങ്ങോട്ട് വരുന്നില്ല, ഇങ്ങോട്ട് ബന്ധം പുലർത്തുന്നില്ലെന്ന് കരുതി അങ്ങോട്ട് ബന്ധം പുലർത്താതിരിക്കരുത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. വന്നിട്ട്, നബിയേ, ഇന്നലി ഖറാബ, എനിക്ക് ചില കുടുംബക്കാരുണ്ട് നബിയേ, ഞാൻ അവരോട് കുടുംബബന്ധം പുലർത്തും, ഞാൻ അവരോട് സ്നേഹബന്ധം പുലർത്തും. പക്ഷേ അവരെന്നോട് വെറുപ്പ് കാണിക്കുന്ന നബിയേ, ഞാനൊരു നിർദ്ദിഷ്ട കുടുംബ പ്രതീക്ഷയിൽ അവരോട് ഇണങ്ങിച്ചേരുമ്പോ എന്നെ അവരെ അടുപ്പിക്കുന്നില്ല. ഞാൻ അവർക്ക് ഗുണം ചെയ്യുന്നു, നല്ലത് ചെയ്യുന്നു, അവരെന്നോട് ഭിന്നിപ്പ് കാണിക്കുന്നു നബിയേ, അവരോട് വെറുപ്പ് കാണിക്കുന്നു നബിയേ. എന്ത് ചെയ്യണോ? കുറെ കാലമായി നമ്മളങ്ങനെ സഹിക്കുന്നു. ഖുർആനോട് ചോദ്യം, ഇനി ഞാൻ അവരോട് അവര് ചെയ്യും പോലെ ചെയ്തോട്ടെയോ? റസൂലിന്റെ ചോദ്യം, റസൂലിനോട് ചോദ്യം, ഇനി അവരിങ്ങോട്ട് ചെയ്യും പോലെ ഞാൻ അങ്ങോട്ടും ചെയ്തോട്ടെയോ? ഇയാളെ കല്യാണം നടക്കുന്നു, അവരെ മക്കൾക്ക് ഇയാള് കല്യാണം നോക്കിക്കൊടുക്കുന്നു. ഒരു കച്ചവടമുണ്ടെങ്കിൽ അവരത് എതിർക്കുന്നു, അവർക്കെല്ലാ ഹെൽപ്പും ഇയാള് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ കുറെ കാലായില്ലേ നമ്മളിങ്ങനെ കളിച്ചിരിക്കുന്നു. നമുക്കെന്തേ പേടിച്ചിട്ടാണോ? നമ്മളങ്ങനെ ഒരു സംഹാരമുണ്ട്. സംഹാരം പേടിക്കാനാണ് ഞാനും തുടങ്ങുകയാണ്. ഞാൻ അവരോട് ചെയ്യട്ടെയോ? റസൂല് പറഞ്ഞില്ല, മോനെ, നിന്നോട് എന്ത് ചെയ്താലും പല സഹോദരിമാരുണ്ട്, അമ്മായിയമ്മ എല്ലാണ്ട് ആളാക്കും. ഒരു കുട്ടിങ്ങായപ്പോ ഇനി പെണ്ണങ്ങരതലാക്കും ചെല്ലൂല. ഇത് ഞാൻ കാണിച്ചു കൊടുക്കുക. ചെയ്തതിലൊക്കെ ഞാനും പകരം ചെയ്യരുത്.
അതാ ചിലപ്പം മരുവളി മകന്റെ ഭാര്യ ചിലപ്പോൾ അമ്മയോട് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ മകന്റെ മരുവള് വന്നപ്പോ ഉമ്മാക്ക് സമാധാനമായി. ഉമ്മാന്റെ പക്ഷത്താണ്. ഇവര് രണ്ടാളും കൂടെ നേരത്തെ അവൾ എന്നോട് ചെയ്തതിനൊക്കെ നമുക്ക് രണ്ടാക്കൂടും കൂടെ ചെയ്യാം. ഒരമ്മായി അങ്ങനെ ചിന്തിക്കരുത്. ചെയ്തതിന് തിരിച്ച് ചെയ്യരുത്. കടിച്ചതിന് പകരം കടിക്കരുത്. നമ്മളാരും അങ്ങനെയല്ലല്ലോ. പാമ്പ് കടിച്ചതിന് പകരം കടിക്കലല്ല, നായ കടിച്ചതിന് പകരം കടിക്കലല്ല. അതല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പിന്നെ എന്താണ്? അല്ലാഹു റസൂൽ പറഞ്ഞു, നീ അവരോട് അങ്ങോട്ട് ചെയ്യാതിരുന്നാൽ അതാ ലയസാല മഅക ളഫീറുൻ മിനല്ലാഹ്. നിന്റെ കൂടെ അല്ലാഹുവിന്റെ സഹായമുണ്ടാകും കേട്ടോ. നിനക്ക് റബ്ബിന്റെ സഹായമുണ്ടാകും കേട്ടോ. അല്ലാഹുവിന്റെ സഹായം വേണമോ? നീ ഒരിക്കലും ഭിന്നിച്ച് കുടുംബത്തിൽ ചിത്രതയുണ്ടാക്കുന്നവനാകരുത് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്നത് കാണാം. രണ്ട് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണോ? നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് വിശാലത വേണോ? റഹ്മത്ത് വേണോ? നിങ്ങളെ ആയുസ് കിട്ടണോ? കുടുംബബന്ധം പുലർത്തണേ. ഭിന്നിക്കല്ലേ. നിങ്ങൾ പരസ്പരം വിദേശത്ത് ജീവിക്കല്ലേ. മുഹമ്മദുർ റസൂലുള്ളാഹി. ആയുസ് മുഅ്മിനീങ്ങളെ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത് കാണുന്നില്ലേ? പലരും അപകടത്തിൽ മരിച്ചു പോകുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. പല ചെറുപ്പക്കാരും മുഴുവൻ ആളുകളെ ഞാൻ പറയുന്നില്ല. പലരും സുബ്ഹാനല്ലാഹ് കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കി പരസ്പരം സ്നേഹമില്ലാതെ ജീവിക്കുന്നവരാണ്. ഇങ്ങനെ വന്നാൽ ആയുസ് പോയി പോകുമ്പോഴല്ലേ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു ദിവസം ദാവൂദ് നബിയോട് വന്നിട്ട് അനക്ക് അസ്രായീൽ പറഞ്ഞു, ഓ ദാവൂദ് നബിയെ, നിങ്ങളെ മുമ്പിലുള്ള മനുഷ്യനുണ്ടല്ലോ, അയാള് 3 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ അയാള് മരിച്ചു പോകും. അപ്പൊ എല്ലാരോടും പറഞ്ഞു, മലക്ക് പറഞ്ഞല്ലേ നബിയാ പറയുന്നത്. നബിയാക്കൽ എന്ന് പറഞ്ഞാൽ അസുമുകളാണ്. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കളവ് പറയില്ല. ഉണ്ടല്ലേ മക്കളെ കാണാം. നമ്മളിങ്ങനെ ഒന്ന് തൂങ്ങി ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയാൽ ഒരു നബിയുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ അരികിലുണ്ട്. നമ്മളെ ഒതുമുറിഞ്ഞോ മുറിഞ്ഞില്ലേ എന്നൊരു സംശയം. കാരണം നമ്മൾ ആരീതില്ല ഉറങ്ങിയത്. എന്നാൽ ഒന്ന് മുറിഞ്ഞു പോയോ? നമ്മൾ നബി അതാവുന്നേ നബി അലൈഹിസ്സലാം പറഞ്ഞു മുറിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒന്നും എടുക്കേണ്ടതില്ല. അമ്പിയാക്കളൊരിക്കലും തെറ്റ് പറയൂല. അമ്പിയാക്കൾ വെറുതെ പറയൂല. ഇതേപോലെ സുബ്ഹാനല്ലാഹ് ദാവൂദ് നബി അലൈഹിസ്സലാം വെറുതെ പറഞ്ഞതല്ല. പക്ഷേ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ദാവൂദ് നബി തിരിച്ചു വരുമ്പോ കാണുന്നത് ആളും മരിക്കാതെ ജീവിച്ചിരിക്കുന്നു. പിന്നെയും ഇയാള് കുറെ കൊല്ലം ജീവിച്ചു. കൂടെ ഉള്ളവര് പറഞ്ഞല്ല നബിയെ, നിങ്ങളെല്ലാനോ പറഞ്ഞത് ഇയാള് മരിച്ചു പോകൂ. ഇയാള് മരിച്ചു പോയിട്ടില്ലല്ലോ, നിങ്ങളെ പറയല് ശരിയായില്ലല്ലോ. അപ്പൊ
പറയുമ്പോഴാണ് ഞാൻ ചോദിക്കട്ടെ, മലക്കിനോട് ചോദിക്കുന്നു, എന്താണ് പ്രാണൻ, ഇയാൾ മരിച്ചു പോയിട്ടില്ലല്ലോ, എന്നോട് മരിക്കുമെന്ന് പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞു, അത് പറഞ്ഞത് വെറുതെയല്ല, എന്നോട് അള്ളാഹുവിന്റെ മലക്ക് പറഞ്ഞതാണ്. മലക്കിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ മലക്ക് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അല്ലാഹു ആ പറഞ്ഞ സമയമാണ് ആയുസ് കണക്കാക്കിയത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു ഭിന്നിച്ച് ജീവിക്കുന്ന, വെറുപ്പിൽ ജീവിക്കുന്ന, സ്നേഹത്തിൽ ജീവിക്കാത്ത ഒരു കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബത്തിനോട് പോയിട്ട് അവര് ബന്ധം പുലർത്തിയപ്പോ അവരുടെ വയസ്സിനെ അല്ല ഏറ്റിക്കൊടുത്തു. ഈ വിഷയം രേഖപ്പെടുത്തുന്നത് കാണാം. അല്ല വയസ്സ് ഏറ്റിക്കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ചർച്ച നടത്തുന്നുണ്ട്. നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും, ശരി അല്ലാഹു തആല ആയുസ് കണക്കാക്കിയ പിന്നെ എങ്ങനെ ഖുർആനിലുണ്ടല്ലോ, ഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു മനുഷ്യന്റെ അവധി വന്നാൽ അല്ലാഹു നീട്ടൂല. സമയത്തിന്റെ മുമ്പ് 50 കൊല്ലം 100 കൊല്ലം അസുഖത്തിൽ കിടന്നാലും ആയുസ് എത്തുന്നതിന്റെ മുമ്പ് പിടിക്കൂല എന്ന് ഖുർആനിലുണ്ടല്ലോ. ഈ ഹദീസ് അതിന് എതിരാവൂലേ? മറുപടി പറഞ്ഞു, ഖുർആനിലുണ്ടൊരായത്ത്, അതാ ചില വിഷയങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ച് വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, കുടുംബബന്ധം മുറിക്കുന്നവന്റെ ആയത്ത് അല്ലാഹു തആല കുറച്ചും കളയുന്നു. അതാണ് 50 വയസ്സ് അല്ലാഹു ഒരു മനുഷ്യനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ആയുസ് കുടുംബത്തിൽ ഭിന്നിച്ച് ജീവിച്ചാൽ അല്ലാഹു അത് കുറച്ച് കളയുന്നതാണ്. ചിലത് അതേപോലെ നിലനിർത്തും. ആ കുടുംബ ബന്ധം മുറിച്ചാൽ അത് ആയുസ് ചുരുക്കും പോലെ അല്ലാഹു ഏറ്റുകയും ചെയ്യുമേത് കുടുംബ ബന്ധം പുലർത്തുന്നവന്റെ ആയുസ്. അപ്പൊ നമ്മൾ വേണ്ടത് നമുക്ക് നല്ല സന്തുഷ്ട കുടുംബം, നല്ല സന്തുഷ്ട കുടുംബങ്ങളായി നമ്മൾ ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് സംസാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കുടുംബത്ത് പറഞ്ഞത്. നമ്മളെ നാട്ടിലൊക്കെ ഒരേ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മളെ കുടുംബക്കാരൻ. ഞങ്ങളെ നാദാവെന്താ എന്താണ്, ചേമ്പിന്റെ ഇലയിൽ മൂത്രമൊഴിച്ച കുടുംബം എന്ന് പറഞ്ഞാല് ഒരു പറഞ്ഞുകൊണ്ടാലും വെറുതെ നമ്മളെ നാട്ടിൽ കുറെ കുടുംബം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒന്നുകിൽ അത് നമ്മൾ പുതിയാപ്പിട്ട അല്ലെ പുതിയാപ്പിട്ട അല്ലെങ്കിൽ നമ്മളെ മകളെ അമ്മോശന, മകളെ അമ്മോശൻ എന്ന് പറഞ്ഞാല് എന്താണ്? മകളെ അമ്മോശൻ എന്ന് പറഞ്ഞാൽ മകളെ ഭർത്താവിന്റെ വാപ്പ. അത് ആരെ വീട്ടിൽ വരികയാണ്? ഈ പുതിയാപ്പന്റെ വീട്ടിൽ വരിക, മകളെ അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ വരിക. എന്നിട്ട് അകത്ത് കയറിയിരുന്ന് ഈ പെൺകുട്ടിയുടെ ഉമ്മയുമായി സംസാരിക്കുകയാണ്. ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്, വർത്താനം പറയാണ്. എന്താ ചോദിച്ചാൽ പറയൂ, കുടുംബാണ് എന്റെ കുടുംബം, നമ്മളെ മോളം കിട്ടിയ സുബ്ഹാന ജല്ല ജലാൽ. ഇതെന്ത് കുടുംബമാണ് മനസ്സിലാകുന്നില്ല. കുടുംബം സ്നേഹത്തിൽ ജീവിക്കണം, ശരിയാണ്. പ്രോത്സാഹനം കൊടുത്ത ഒരു മതം ഇസ്ലാം പോലെ മറ്റൊന്നുമില്ല. ഇവിടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, കുടുംബബന്ധം പുലർത്തുന്നതിന്
ഇത്ര വലിയ മഹത്വം പറഞ്ഞ ഒരു മതവും ദുനിയാവിലില്ല. ഒരുപാട് പറയാറുണ്ട്, ഞാനിപ്പതിലേക്ക് കിടക്കുന്നില്ല. ആയാലും ബഹുമാനം പറഞ്ഞ മതം തന്നെ കുടുംബമാരാണ് എന്ന് പറയുന്നുണ്ട്. അത് കുടുംബത്തിലല്ലാതെ നമ്മൾ ആരെങ്കിലും പോയി കൂടുതൽ ഇടപെട്ട് നമ്മൾ കുടുംബക്കാരാക്കേണ്ട ആവശ്യമില്ല. ഉള്ള കുടുംബത്തിന് പ്രവർത്തിയാ മതി, ഇല്ലാത്ത കുടുംബത്തിനെ കുടുംബക്കാരാക്കാൻ ശ്രമിക്കേണ്ട. അതാണ് ഞാനും പറഞ്ഞൊക്കെ. നമ്മൾ കുടുംബം എന്ന് പറഞ്ഞാൽ 3 ബന്ധങ്ങളാണ് ശറയിൽ പറയുന്നത്. 3 ബന്ധത്തിന്റെ വിഭാഗത്തിന് ശറൽ പറയുന്നുണ്ട്. നമ്മളൊക്കെ വാക്കിൽ പറഞ്ഞാൽ കാണാനും തൊടാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റാത്തത്. എന്നാലും ഞങ്ങളെന്താണ്? രണ്ടാമത്തത് ഇടപഴകുന്നവർ, മൂന്നാമത്തത് നമ്മൾ മഴയുടെ പിന്നിൽ നിന്ന് സംസാരിക്കേണ്ടവർ, നാലാമത്തത് അജ്നബിയായവർ. എങ്ങനെ 4 സെക്ഷനാണ് മൊത്തത്തിൽ സമൂഹം. നമ്മളെ ഉമ്മയെ നമുക്ക് പോയിരുന്ന് കാണാം, സംസാരിക്കാം. അതാ ഭാര്യയുടെ ഉമ്മയോട് പോയിരുന്ന് സംസാരിക്കാം, വിരോധമില്ലത് ഉമ്മയാണ്. അതേപോലെ നമ്മളെ മക്കളെ അതും അടുത്തിരുന്ന് ഇടപഴകിയാം, അവരുമായി നമുക്ക് തൊടാം, വിരോധമില്ല. അതേപോലെ ഉമ്മയുടെ അനുജത്തി, ജ്യേഷ്ഠത്തി, പാപ്പയുടെ പെങ്ങള്, എങ്ങനെ തുടങ്ങിയുള്ള ആളുകൾ അത് തൊടാം, വിരോധമില്ല, കാണാം, വിരോധമില്ല. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ ചില ഉമ്മമാർക്ക് പോലും ബോധമില്ല കുടുംബം എന്താണ്. കുടുംബത്തിൽ സന്തുഷ്ട കുടുംബമായി ജീവിക്കേണ്ടത് ആരൊക്കെ തമ്മിലാണ്? ജ്യേഷ്ഠന്റെ ഭാര്യ. വളരെ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം. ഒരു മകനതാ ഉമ്മ പറയുന്ന മോനെ അഷ്റഫേ, നിന്ദിക്കാകാരെ ഭാര്യനെ വീട്ടിലൊന്ന് എത്തിച്ചെടുത്താളാ. അതാ നാഥന്റെ ഭാര്യനെ സ്ത്രീകൾ തെറ്റി വന്നു നോക്കുന്ന ഒരു സൽക്കാരുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അനുജനതാ ജ്യേഷ്ഠന്റെ ഭാര്യയെ സൈക്കിളിന്റെ മുകളിൽ കൊണ്ടുപോകുന്നു. ശറയിൽ നിങ്ങളറിയുമോ ശറയിന്റെ നിയമമെന്താണ്? കാറിന്റെ ബേക്കിലിരുത്തിയാണ് കൊണ്ടുപോകുന്നു. എങ്കിലോ ഒരു തെമ്മീതുള്ള വൃത്തിയില്ലാതെ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന്റെ ഭർത്താവിന്റെ അനുജന്റെ കൂടെ പറഞ്ഞേച്ചുകൂടാ. ഷറയിന്റെ നിയമം എങ്ങനെയാ? ഞാൻ ഓർക്കുന്നു, മർക്കസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉസ്താദ് പറഞ്ഞൊരു വിഷയം. സുബ്ഹാനല്ലാഹ്, ഉസ്താദിനോട് ചെന്ന് ചോദിച്ച ഒരാൾ എന്താന്നറിയോ? ഉസ്താദേ, എന്റെ വീട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് അതിലൊരു മക്കള ഞാൻ ആരോന്നില്ല, നമുക്ക് എന്തെങ്കിലും ആക്കായിരുന്നു. എന്താണ് ചോദിച്ചപ്പം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ജ്യേഷ്ഠന്റെ ഭാര്യയെ അവൾ എവിടെയോ പഠിക്കാൻ പോകുന്ന പെണ്ണാണ്. അവളെ കൂട്ടാനും ഉണ്ടാക്കാനും പോകല് മംഗലാപുരമാണ്, ബാംഗ്ലൂരോ ഏതോ ഒരു സ്ഥലത്താണ്. അനുജനാണ്, അതായത് ഭർത്താവിന്റെ അനുജനാണ് കൂട്ടാനും ഉണ്ടാക്കാനും പോകല്. സുബ്ഹാനല്ലാഹ്, അവര് പോകുന്ന വഴിയിൽ ഒരു റൂമെടുത്ത് താമസിക്കും. ബാംഗ്ലൂരിലെത്തിയാല് അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലത്തെത്തിയാല് സംഭവം എപ്പോഴും അവനാണ് കൊണ്ടുപോകല്. അവന് ഭർത്താവായ ജ്യേഷ്ഠൻ പോയിട്ട് 1.5 കൊല്ലമാണ്. ഇപ്പം കുട്ടിക്കൊരു ഛർദിയാണ്. അത് പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി കൊണ്ടുവന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവള് 3 മാസം ഗർഭിണിയാണ്. സ്വകാര്യായിട്ട് ചോദിച്ചു നോക്കും, ഭർത്താവിന്റെ മറ്റേ മോനതാണ്. അപ്പോ അതെ, ഈ കുട്ടി ഇപ്പോൾ അതാ ഞങ്ങൾക്കതങ്ങനെ നിലനിർത്താൻ തന്നെയാണ് ഞങ്ങളെ തീരുമാനം. ജനങ്ങളോടൊന്നും പറയുന്നില്ല. അപ്പൊ ഈ 1.5 കൊല്ലം മുമ്പ് പോയവർക്കെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് 3 മാസം കുട്ടി ഉണ്ടാകാം, അത് വേറെ വിഷയം. അതുപോലെന്തെങ്കിലും ഒപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അത് പറഞ്ഞില്ല. ഈ പിതാവ് ഉസ്താദിനോട് പറഞ്ഞ മകന് ചെറിയ കുറ്റക്കേട് കാണിച്ചു ലാഘവമാണ്. ഗൗരവത്തോടെ ചോദിക്കണേ ജനങ്ങളെ.
അല്ലാഹു പറഞ്ഞ ബന്ധങ്ങളല്ലാതെ നമ്മൾ അല്ലാഹു പറഞ്ഞ ബന്ധത്തിന്റെ അപ്പുറം നമ്മളെല്ലാ വഴികളും തുറന്നു വിട്ടാൽ നമ്മൾ അല്ലാഹുവിന്റെ വലിയ അദാബിൽ കിടക്കേണ്ടി വരും കേട്ടോ. നമ്മളെ നാട്ടിൽ പഴയ കാലത്തൊക്കെ നല്ല ബോധമുണ്ടായിരുന്നു. ഇന്ന് ഒരു ബോധവും ഇല്ല. ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ ഒരു കാലമാണ്. വീട്ടിന്റെ അകത്തളത്തിലേക്ക് ആർക്കും കയറി ചെല്ലാൻ അങ്ങനത്തൊരു കാലമാണ്. ഉമ്മമാരും വയസ്സായ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ ഒരു സ്വീകാരം നേരത്തെ ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നു. എനിക്കറിയാം ജില്ലയിൽ ഇപ്പോഴുമുണ്ട്. ജ്യേഷ്ഠന്റെ ഭാര്യ അനുജൻ കാണുന്നില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെയില്ല. എന്നാലും ഞാൻ പറയട്ടെ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, സൈക്കിളിന്റെ മുകളിൽ കൊണ്ടുപോകുന്നത്, ആ പെണ്ണും ഒരാണും മാത്രം വീട്ടിലുണ്ടാകുന്നത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണ്ടേ? അതൊക്കെ നമ്മൾ ബന്ധക്കാരല്ലേ, നമ്മൾ കുടുംബക്കാരല്ലേ? അതേപോലെ നമ്മുടെ നാട്ടിൽ ഈ ഏരിയയിലൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അറിയില്ല. കുടുംബത്തിൽ പാർക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വിഷയമാണ് അല്ലേ? കുടുംബത്തിൽ താമസിക്കാൻ പോകും. എവിടെ പോതെ ഉമ്മാന്റെ പരയില് സ്കൂള് കൂട്ടിയാല് ജ്യേഷ്ഠത്തിന്റെ മക്കൾ പോയി പാർക്കാണ്, താമസിക്കാണ്. കുടുംബബന്ധാണ്. ഭയങ്കരല്ലേ? പോകുന്നത് ആരാന്നറിയോ? 17 വയസ്സായ കുട്ടി SLC പരീക്ഷയും കഴിഞ്ഞിട്ട് ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിൽ വരെ പോയി പാർക്കാണ്. ഭയങ്കര കുടുംബബന്ധാണ്, സന്തുഷ്ട കുടുംബാണ്. എന്നാ ഇത് സന്തുഷ്ട കുടുംബം എന്നല്ലോ, ഹലാക്കിന്റെ കുടുംബം. ഈ ബന്ധം ആന്റെ തീരെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ നേരത്തെ വേണ്ടാത്ത ചില ബന്ധങ്ങളും കുടുംബങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ടോ ആ വീട്ടിൽ ആരുണ്ട്? ഇത് പോയി താമസിക്കുന്നതിന് വിരോധമില്ല. നിങ്ങൾ ചിന്തിക്കണം, ജ്യേഷ്ഠത്തിയുടെ, അതായത് ഭാര്യയുടെ, എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളെ എന്റെ ഭാര്യയുള്ള സമയത്ത് എന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ എനിക്കൊരു മകനുണ്ട്, 20 വയസ്സായ അല്ലെങ്കിൽ 16 വയസ്സായ മകനുണ്ടെങ്കിൽ അതാ ശ്രദ്ധിക്കണം. പല ചെറുപ്പക്കാരും പറഞ്ഞു താമസിക്കൽ എന്താണ്? അവനും അവളും ഒരു കട്ടിൽമനാ കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ ഒരു റൂമിലാ കിടന്നുറങ്ങാൻ. അവരെന്താണ് മൊബൈലും അതുപോലെ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ഒരു പ്രശ്നമില്ല. മൊബൈൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തൊടുന്നതിന് പ്രശ്നമില്ല. അമ്മമാര് ശ്രദ്ധിക്കുമോ? ശ്രദ്ധിക്കൂല. കുടുംബബന്ധമാണ്. ഇതെന്ത് സന്തുഷ്ട കുടുംബമാണ്? അല്ല. ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല പൊരുത്തപ്പെടുന്നതല്ലാത്ത ഒരു ബന്ധവും പറ്റൂല. ചെയ്താൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. എന്റെ നാട്ടില് വലിയൊരു ആലിമിന്റെ ഉമ്മയുണ്ടായിരുന്നു, മരിച്ചുപോയി. വലിയൊരു ആലിമിന്റെ ഉമ്മയാണ്. ആ ആലിമിന്റെ ഉമ്മ ഒരു ദിവസം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വീട്ടില് ആ ഉമ്മയുടെ അനുജത്തിയുടെ മകൻ ഒരു കല്യാണം പറയാൻ വന്നു. പഠിക്കണോ? ഒരു കല്യാണം പറയാൻ വന്നപ്പോ ഈ ഉമ്മ നിൽക്കുകയാണ്. ഇവൻ കേൾക്കുന്ന വന്നതാണ്. അപ്പൊ ഇവൻ ഞാൻ കേൾക്കുമ്പൊക്കെ വന്നാണല്ലോ, 2-2.5 കൊല്ലായി. ഇവൻ കല്യാണം എല്ലാം നിശ്ചയിച്ചിട്ടാവും വരുന്നത്. വന്നപ്പോ കല്യാണം പറയാൻ വന്നു. നേരെ അകത്ത് കയറി വന്നു. ഉമ്മാന്റെ ജ്യേഷ്ഠത്തിൽ നിസ്കാരത്തിലാണ്. അപ്പൊ നേരെ അടുക്കളയിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, അവിടെ 2-3 പെൺകുട്ടികളുണ്ട്. ഈ ഉമ്മ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ പോകുന്നത്. ഇവൻ അങ്ങോട്ട് പോയി ഉടനെ അതാ ഈ ഉമ്മ വിളിച്ചു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഇവൻ ഇങ്ങോട്ട് ഉമ്മ ഭയങ്കര പൊറുപ്പിലാണ്. ജ്യേഷ്ഠത്തിയാണ്. ഇങ്ങോട്ട് ഇവിടെ അടുക്കളയിൽ പോകരുതെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇവൻ ഞെട്ടിപ്പോയി. ഏതോ അപ്പൻകുട്ടികൾ ഇങ്ങനെ കാണല് ഹറാമാണ്. നീ അങ്ങനത്തെ ചെന്നാൽ ചിലപ്പോൾ അവിടെ അവിടത്തെ മറക്കാതൊക്കെ ഇരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് നിനക്ക് എങ്ങനെ കാണാം, ഇവിടെ ഇരുന്നോളൂ, സംസാരിച്ചോളൂ. ഗൗരവത്തിനോട് ചിന്തിക്കണം. സന്തുഷ്ട കുടുംബം എന്ന് പറയുമ്പോ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ച് അള്ളയും ദീനും പറഞ്ഞതൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ ഒരു കുടുംബബന്ധം ശറഈനില്ല. ഈ പറഞ്ഞതിന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതുമില്ല. ഞാൻ എന്റെ മോമിനികളോട് ഇനി പറയട്ടെ,
കുടുംബം എന്നാണ് പല രൂപത്തിലുണ്ട്. എടുത്ത കുടുംബം ആരാണ്? വാപ്പയാണ്, ഉമ്മയാണ്, ഒന്ന് പെങ്ങളാണ്, അതുപോലെ ജ്യേഷ്ഠനാണ്, അനുജനാണ്, ആങ്ങളയാണ്. ഇവര് അകറ്റി കുടുംബക്കാരാണ്. ഇവര് പരസ്പരം ഇണങ്ങി ജീവിക്കണം. ഇവര് പരസ്പരം സൗഹാർദ്ദത്തിന് ജീവിക്കണം. ഇവര് ഭിന്നിച്ച് ജീവിക്കരുത്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മൾ ഇണങ്ങി ജീവിക്കണം. ഉപ്പയോട് ബഹുമാനം വേണം, ഉമ്മയോട് ബഹുമാനം വേണം, അതാ ജ്യേഷ്ഠനോട് ആദരവും സ്നേഹവും വേണം, അതാ അനുജനോട് ആദരവും സ്നേഹവും വേണം. അനുജനെങ്ങനെ ആദരിക്കല്? അനുജന്റെ ബഹുമാനം കൊടുക്കലാണ്. ചില സ്ഥലത്ത് അനുജൻ പറയുന്ന അഭിപ്രായം ജ്യേഷ്ഠൻ അംഗീകരിക്കേണ്ടി വരും. അതേപോലെ ജ്യേഷ്ഠനോട് വിഷയങ്ങൾ ചോദിച്ചിട്ട് അനുജൻ ചെയ്യണം. അങ്ങനെയുണ്ടല്ലോ പരസ്പരം ഒരു സ്നേഹം. അതാണ് വേണ്ടത്. ഇല്ലാതെ ഞാൻ തന്നെ എല്ലാറ്റിനും വെച്ച് എനിക്കൊരാളോടും ചോദിക്കേണ്ടതില്ല. ഞാൻ തന്നെ തികഞ്ഞവനാണെങ്കിൽ അംഗീകരിക്കുന്നില്ല. ഉമ്മയും വാപ്പയുമോ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇന്ന് കല്യാണം കഴിച്ചാൽ പിന്നെ ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, ആശ്രം വേണ്ടയോ? ആശ്രം വേണ്ടയോ? വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ വലിച്ചെറിയുന്നവൻ അവനിക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കൂല, ഈമാനോടെ മരിക്കൂല. കണ്ടില്ലേ പറഞ്ഞൊരു സംഭവം ശരിക്കും ശ്രദ്ധിച്ചോളൂ. ചില്ലറ വിഷയമല്ല. കല്യാണം കഴിച്ചാൽ പിന്നെ ഞാനും എന്റെ കുട്ടിയോളോ. അതേപോലെ ചില പെൺകുട്ടികളുണ്ട്, എങ്ങനെയെങ്കിലും തലയണമന്ത്രം നടത്തിയിട്ട് അവര് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടാളും സന്തോഷത്തിൽ ജീവിച്ചാൽ മതി. ബാക്കിയുള്ളതൊന്നും എന്താണ്? ഉമ്മാനെ നോക്കണമെന്നില്ല, വാപ്പാനെ നോക്കണമെന്നില്ല. അങ്ങനെ ചിന്തിക്കരുതേ ചെറുപ്പക്കാരെ. ഉമ്മയുണ്ടല്ലോ, നമ്മളെ പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയെ വെറുപ്പിച്ചിട്ട് 1000 പോറ്റുമ്മയുടെ കാല് കഴുകി കുടിച്ചാലും തുല്യമാകില്ല. നാട് ആപ്തവാക്യം. അതായത് ഒരു പെറ്റുമ്മയെ വെറുപ്പിച്ചിട്ട് 1000 പോറ്റുമ്മയുടെ കാല് കഴുകി കുടിച്ചിട്ടൊരു കാര്യമില്ലെന്നാണ്. ഉമ്മ എന്ന് പറയുന്നത് എന്താണ്? എനിക്കും മാതാപിതാക്കൾ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞു. സന്തുഷ്ട കുടുംബം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു രൂപത്തിൽ ഇപ്പെന്നറിയോ, ഇപ്പം മാതാപിതാക്കളുടെ മക്കൾക്ക് സ്നേഹമില്ല. പക്ഷെ അതിന് വേറെ ചില കാരണമുണ്ട്. അതിന് വേറെ ചില കാരണങ്ങൾ നമ്മൾ ചിന്തിക്കണം. വെറും മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു ഖുർആനിൽ ഇവിടെ പറഞ്ഞു, ഉമ്മയോട് മക്കൾക്ക് സ്നേഹമുണ്ടാകാൻ കാരണം 2 കൊല്ലം പൂർണ്ണമായി മുല കൊടുക്കുന്നു എന്നതാണ്. പ്രസവിക്കുന്നത് മാത്രമല്ല, മുല കൊടുക്കണം. നാളൊരാൾ പറഞ്ഞു, എന്റെ കുട്ടിക്ക് എന്റെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഞാൻ പുരയിലുള്ള പശുവിനുണ്ട്. അപ്പൊ സംഭവം തന്നേക്കുന്നു, പാല് മുഴുവൻ ആരുതാണ്? പശുവിന്റെ കുട്ടി കൊടുത്തു. തമാശ പറഞ്ഞതാണെങ്കിൽ നല്ല പറഞ്ഞതല്ലേ. ചിലർക്ക് സ്നേഹം അമൂലിന്റെ ടിന്നിനോടാണ്. കാരണം ഉമ്മാനേക്കാളും ഇട്ടത് കൂടുതൽ അമൂലിന്റെ പാലാണ്. ഉമ്മമാര് ശ്രദ്ധിക്കണം. ഈ ചില പെണ്ണുങ്ങളൊക്കെ മുല കൊടുത്താൽ അധികം കൊടുത്താൽ ഞാനൊരു ഫാൻസിയിലോട്ട് കഴിപ്പോകും. അതുകൊണ്ട് കുറച്ചിടം കൊടുത്തിട്ട് നമ്മളെ സർലാക്കും കമ്പനി ഇറക്കുന്ന എന്തെങ്കിലും സാധനങ്ങളും കൊടുത്ത് മെല്ലെ ഒപ്പിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ഈ മുലപ്പാലിലൂടെ കൊടുക്കുന്നത് വെറും എന്തെല്ലാം പാല് മാത്രമല്ല, ഉമ്മയോടുള്ള ഒരു പ്രതിബദ്ധതയാണ്, ഉമ്മയോടുള്ള ഒരു ബഹുമാനമാണ്, ഉമ്മയോടുള്ള ഒരു അനുസരണമാണ്. അതുകൊണ്ട് സന്തുഷ്ട കുടുംബമുണ്ടാകണോ? പൂർണ്ണമായി 2 കൊല്ലം മുല കൊടുക്കണം. അതിന് കൂടുതൽ കൊടുക്കേണ്ടതില്ല.
2 കൊല്ലം വില കൊടുക്കണം. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഉമ്മയെ വലിച്ചെറിയുന്നവരുടെ അവസ്ഥ എന്താണ്, വാപ്പയെ വലിച്ചെറിയുന്നവരുടെ അവസ്ഥ എന്താണ്. കല്യാണം കഴിച്ച് കുറെ ആളുകൾ അവരെ മക്കളെയും ഭാര്യയെ കഴിച്ച് ഗൾഫിലങ്ങ് പോകാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മക്ക് മരുന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല, ഉമ്മയുടെ ചെലവ് പോലും ശ്രദ്ധിക്കുന്നില്ല. പറ്റൂല കേട്ടോ, ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദിവസം ഖുറാസാനിക്കാരനായ ഒരു ബിസിനസ്സുകാരനാണ് മക്കയിൽ. ഖുറാസാനിക്കാരനാണ്, വലിയ തഖ്വയുള്ള മനുഷ്യനാണ്, നല്ല തഖ്വയുള്ള ഖുറാസാനിക്കാരൻ. അദ്ദേഹത്തിന് ജനങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമാണ്. ആ വിശ്വാസമായ ഈ മനുഷ്യന്റെ കയ്യിൽ ജനങ്ങൾ പൈസ കൊണ്ട് കൊടുക്കും. എന്തിനെ? നമ്മുടെ പറഞ്ഞാൽ ആ ഡേറ്റിൽ തിരിച്ചിങ്ങ് തരും. ഇയാൾ ഒരു പൈസയും അതിൽ നിന്ന് അനാവശ്യമായോ അല്ലെങ്കിൽ ക്രയവിക്രയം നടത്തുക പോലുമില്ല. വിശ്വസിക്കാൻ പറ്റിയ കാലത്തില്ലാത്ത സംഭവമാണത്. പലരും പൈസ കുടുങ്ങിപ്പോയി ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, ഈ സലാമത്ത് നൽകണം റഹ്മാനേ. നീ അങ്ങനത്തെവരുടെ മനസ്സിലൊക്കെ നീ കാരുണ്യമിട്ട് കൊടുത്ത് അവരുടെ കാശുകൾ തിരിച്ചു കൊടുക്കാൻ നീ മനസ്സ് കൊടുക്കണം റഹ്മാനേ. ചിന്തിക്കണം, ഈ ഖുറാസാനിക്കാരൻ അങ്ങനെയല്ല, പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റിയ ആളാണ്. എന്നാൽ ഒരാൾ നൂറ്റാണ്ടുകാരനാണ്. മഹാനവറുകൾ പറയുന്നു, ഞങ്ങളെ ഈ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നല്ലേ? ആ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 900 കൊല്ലം മുമ്പുള്ളൊരു സംഭവമാണ്. ഖുറാസാനിക്കാരനായ ഈ മനുഷ്യന്റെ അരികിൽ ഒരാളൊരു 10,000 ദീനാറ് കൊണ്ട് കൊടുത്തു. 10,000 ദീനാറ് കൊണ്ട് കൊടുത്തു. ആ 10,000 ദീനാറ് ഖുറാസാനിക്കാരൻ എവിടെ വെച്ചു? സുബ്ഹാനല്ലാഹ്, ഈ കൊണ്ടക്കൊടുത്ത മനുഷ്യൻ ഉടനെ ഷാമിലേക്ക് കച്ചവടത്തിന് പോയതാണ്. അയാൾ ഒരു 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കേൾക്കുന്നത് ഖുറാസാനിക്കാരൻ മരിച്ചു പോയിരിക്കുന്നു. പൈസ വാങ്ങിയ ബന്ധപ്പെട്ട ഈ ഖുറാസാനിക്കാരൻ മരിച്ചുപോയി. എന്ത് ചെയ്യും? ഇയാളെ വരെ പോയി. ഞാനിങ്ങനെ ഒരു 10,000 ദീനാറ് കൊടുത്തിട്ടുണ്ട് എത്തിന്റെ കയ്യിൽ. ആരും അറിയോ? മക്കൾ പറഞ്ഞില്ല ആനാരി പോയി, ഭാര്യ പറഞ്ഞില്ല ആനാരി, ഞങ്ങൾക്കറിയില്ല. ഉപ്പ വാങ്ങിയ ഉപ്പാന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ ഉപ്പ എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെയുണ്ട്. ഞങ്ങളത് എടുത്തിട്ട് ഓരോരുത്തർക്കും വിതരണം ചെയ്തു. ഇങ്ങനെ ഒരു 10,000 രൂപ ഞങ്ങളോടൊരു വസിയത്തും ചെയ്തിട്ടില്ല. ആനാരി പോയി, ഞങ്ങളറിയില്ല. ഞങ്ങളെ കയ്യിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യോ? അപ്പോഴാണ് എനിക്ക് കോടതിയിലേക്ക് കോടതിയിലേക്ക് പോകണമെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന പണ്ഡിതന്മാരോട് സംശയം ചോദിക്കണോ? സുബ്ഹാനല്ലാഹ്, ആരോട് ചോദിക്കോ? അന്ന് നല്ല ഭാഗ്യത്തിന്റെ ഒരാളോട് ചോദിച്ചതിന്റെ മക്കളെയും അറിയണമായിരുന്നു. ആരോട് ചോദിക്കലാണ് ഏറ്റവും നല്ലത്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇന്ന് നീ ഒരു പേടിയും പേടിക്കണ്ട. ഇന്നിവിടെ വലിയ ഒരു പണ്ഡിതന്മാരുടെ സമ്മേളനം നടക്കുന്നുണ്ട്. വലിയ ആലിമീങ്ങളും മഹാന്മാരുടെയും സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ചെന്നിട്ട് അവരോട് ചോദിക്കൂ, അവരതിന്റെ വഴി പറഞ്ഞു തരും. വലിയ വലിയ മക്കയിലെ മുഴുവൻ പണ്ഡിതരും അതിലുണ്ട്. അദ്ദേഹം ഒരു എത്തുപിടിയും കിട്ടുകയാണ്, ഒരു പിടിവള്ളി കിട്ടുകയാണ്, ഒരു വലിയ രക്ഷകൻ കിട്ടുകയാണ്. ഓടിച്ചെന്നിട്ട് ചോദിച്ചു, ഉസ്താദുമാരെ, എന്റെ കാര്യത്തിലൊന്നും എനിക്കൊരു ഫത്വ തരണേ. എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങളെ പ്രശ്നം? പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒന്നുമല്ല, ഖുറാസാനിക്കാരനില്ലേ, ആ ഖുറാസാനിക്കാരന്റെ കയ്യില് ഞാൻ 10,000 ദീനാറ് കൊടുത്തു. ഞാൻ 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. കുടുംബം പറയുന്നു, ഞങ്ങൾ
നിങ്ങൾ അറിയില്ല എന്നാണ്. അത് എങ്ങനെ അവരെ കുടുംബത്തിൽ നിന്ന് ഞാൻ വസൂലാകും? അപ്പൊ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, വലിയൊരു ആലിമത് അവിടെ നീണ്ട താടിയുള്ള വലിയ തലപ്പാവയുള്ള വയോധികനായ മുഖത്ത് വലിയ ഇൽമിന്റെ പ്രകാശമിങ്ങനെ തിളങ്ങുന്ന ഒരാൾ അദ്ദേഹത്തോട് ചെന്ന് വിഷയം പറഞ്ഞു. അദ്ദേഹം എന്നെ ചിമ്മിയിട്ട് പറഞ്ഞു, ഏത് ഖുറാസാനിക്കാരൻ നമ്മളവിടെ ആ വലിയ ബിസിനസ് നടത്തിയ ആളാണോ? നല്ല തഖ്വയുള്ള കൃത്യത്തിന് നിസ്കരിക്കുന്ന ഒരാളുടെ 5 പൈസയും എടുക്കാത്ത സൂക്ഷ്മശാലിയായ മനുഷ്യനാണോ? അതേ, അദ്ദേഹമാണെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. അദ്ദേഹം ഒരാളെ നാളത്തും എടുക്കൂല, ഒരാളെ നാളത്തും അദ്ദേഹം വിനിയോഗം നടത്തൂല. അദ്ദേഹം പക്ഷേ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനൊരു വിഷയം പറഞ്ഞു തരാം. കുടുംബത്തോട് അന്വേഷിച്ച് അവര് പറഞ്ഞിട്ടില്ല, അവരറിയില്ലെന്ന് പറഞ്ഞെങ്കിൽ അത് ശരിയായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, അദ്ദേഹം സ്വർഗാവകാശിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വർഗത്തിലാട്, മുഅ്മിനാട്, സ്വർഗാവകാശിയാട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നീ രാത്രി 12 മണി കഴിഞ്ഞാൽ സംസം കിണറിന്റെ അരികിൽ പോയി നിൽക്കണം. കാരണം ഇന്നത്തെ ദിവസം അവിടെ മോമിനീങ്ങളുടെ ആത്മാവുകൾ ഒരുമിച്ച് കൂടുന്നു. മോമിനീങ്ങളുടെ ആത്മാവുകൾ ഒരുമിച്ച് കൂടുന്നു കിണറിന്റെ അരികിൽ. മക്കയിൽ നിന്ന് മരിച്ച മോമിനീങ്ങൾ അവിടെ പോയി നിൽക്കുക. എന്നിട്ട് രാത്രിയായാൽ 12 മണി കഴിഞ്ഞാൽ നീ ഇങ്ങനെ വിളിക്കണം, ഫുലാനുബിന് ഫുലാ, ഫുലാനുബിന് ഫുലാ. ഇങ്ങനെ വിളിച്ചുകൊള്ളണം. വിളിച്ചിട്ട് നിനക്ക് ഉത്തരം ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ ദിവസം, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ 3ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം ഉത്തരം കിട്ടും. പോയി രാത്രി ഫുലാനുബിന് ഫുലാൻ എന്ത് പള്ളിക്കട്ട് സലാം വന്നവർ ഒരു മറുപടിയില്ല. വീണ്ടും വിളിച്ചു, വിളിയോട് വിളിച്ചു, ഒരു ഉത്തരവും കിട്ടിയില്ല. 3 ദിവസം തിരിച്ചു. 3ാമത്തെ ദിവസം ഇയാള് ഇനി എന്ത് ചെയ്യും പഠിച്ചോനെ? ദേഹം ഓടി ആരുടെ അരികിലേക്ക്. പണ്ഡിതന്മാരുടെ സമ്മേളനം കഴിഞ്ഞിട്ടില്ല. 2-3 ദിവസം മുമ്പ് പറഞ്ഞു തന്ന ഉസ്താദിന്റെ അരികിലേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ വിളിയും വിളിച്ചു, ഒരു ആൻസറും ലഭിച്ചില്ല. പറഞ്ഞു തീരുമ്പോഴേ അതെണീറ്റ് നിന്ന് തലയിൽ കൈവച്ചു. ആ ഖുറാസാനിക്കാരൻ നരകത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ നിനക്ക് ഒരു വിഷയവും കൂടെ 10 ദിവസവും കൂടെ നീ ഒന്ന് മെനക്കേടണോ? എന്താണ് 3 ദിവസം? നീ പറഹൂത്ത് എന്ന് പറഞ്ഞ പർവ്വതമുണ്ട്. ആ പറഹൂത്ത് എന്ന് പറഞ്ഞ പർവ്വതത്തിന്റെ അടിയിൽ ഒരു വലിയ കിണറുണ്ട്. ആ കിണറിന്റെ അരികിലേക്ക് നീ ചെല്ലണം. എന്നിട്ട് ആ കിണറിന്റെ അരികിൽ ചെന്നിട്ട് നീ ഇതേപോലെ 3 ദിവസം ഒന്ന് വിളിക്കണം. 1ാമത്തെ ദിവസം മറുപടി കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ ദിവസം വിളിക്കണോ. അതിനും മറുപടി കിട്ടിയില്ലെങ്കിൽ 3ാമത്തെ ദിവസം വിളിക്കണോ. ഖുറാനിക്കാരന്മാരുടെ മംഗളവരുകൾ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലില്ലാഹി. ഖുറാസാനിക്കാരനായ മനുഷ്യൻ അയാൾ നരകക്കാരനാണെന്ന് പേടിയാവുകയാണ്. അതുകൊണ്ട് ബർഹൂത്ത് എന്ന് പറഞ്ഞ പർവ്വതത്തിന്റെ അടിയിൽ ഒരു കിണറുണ്ട്.
ആ കിണറിന്റെ അരികിലേക്ക് നീ ചെന്നിട്ട് വിളിക്കണമെന്ന് പറഞ്ഞതുപോലെ പിറ്റേ ദിവസം ചെല്ലുമ്പോ മർഹൂത്ത് എന്ന് പറഞ്ഞ കിണറിന്റെ അരികിൽ പോയിട്ട് വിളിക്കുന്നു. വിളിച്ചപ്പോ ഒന്നാമത്തെ വിളിയിൽ തന്നെ ഉത്തരം വന്നുപോയി. ഞാന് ആരാ? ഈ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയോടെ നന്നായി നിസ്കരിക്കുന്ന ഖുറാസാനിക്കാരൻ, നന്നായി തഖ്വയോടെ ജീവിക്കുന്ന ഖുറാസാനിക്കാരൻ സൂക്ഷ്മതയുടെ വിഷയത്തിൽ 110%. ആ മനുഷ്യൻ നരകക്കാരനോ നരകക്കാരനോ? എങ്ങനെ അദ്ദേഹം നരകത്തിലെത്തിപ്പോയി? എന്ത് അമലുകൊണ്ട് നരകത്തിലെത്തിപ്പോയി? ചിന്തിക്കണേ ചെറുപ്പക്കാരെ, ചിന്തിക്കണേ ഉമ്മമാരെ, ചിന്തിക്കണേ പെൺകുട്ടികളെ. ഭർത്താവിനെയും ഉമ്മയും തമ്മിൽ തെറ്റിപ്പിക്കുന്ന പെൺകുട്ടികൾ സ്വന്തം ഉമ്മയെ വലിച്ചെറിച്ച് അരിയുടെ പിന്നാലെ ഓടുന്നവർ, സ്വന്തം മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ് എനിക്ക് സാരമില്ലെന്ന് ചിന്തിക്കുന്നവർ, നമ്മളൊരു ബോധപ്പാട് ദുനിയാവിലല്ല നമ്മളെ വെറുതെ വിടൂല. മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ് ദുനിയാവിൽ ജീവിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഖുറാസാനിക്കാരനായ ഈ മനുഷ്യനെ അതാ വിളിച്ചപ്പം മറുപടി വന്നുപോയി. പൈസയെവിടെ? ഞാനിന്നാളുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോ ഉടനെ മറുപടി പറഞ്ഞു, മോനെ എന്റെ പൈസ എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇന്നാലിന്ന റൂമുണ്ട്, ആ റൂമിന്റെ ഇന്നാലിന്ന മൂലയിൽ ഞാനൊരു വലിയ പെട്ടിയിലാക്കിയിട്ട് നിലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. കുറെ കൂടുതൽ പൈസയുള്ളത് കൊണ്ട് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടില്ല. മക്കളോട് പറയാതിരുന്നതാണ്. അതുകൊണ്ട് നീ അവരോട് ചോദിച്ച് കുഴിച്ചെടുത്തോളൂ. ഉടനെ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത് ശരിയാണ്. വല്ല ഖുറാസാനിക്കാരാ, നിങ്ങൾ നരകാവകാശിയാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ സ്വർഗാവകാശിയല്ലെന്നല്ലേ ഉസ്താദുമാര് പറഞ്ഞത്? നിങ്ങളെങ്ങനെ നരകക്കാരനായി പോയി? നിങ്ങളെങ്ങനെ സ്വർഗത്തിലെത്താതെ ആയിപ്പോയി? നിങ്ങൾ നല്ല സംസ്കാരക്കാരനല്ലേ? നിങ്ങളെ നല്ല നോമ്പുകാരനല്ലേ? നിങ്ങൾ അത്യാവശ്യം അതൊക്കെ കൊടുക്കുന്നവരല്ലേ? അതാ മറുപടി പറഞ്ഞു, ഞാൻ ഖുറാസാനിക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് ഞാൻ മക്കയിലേക്ക് വന്നു. പക്ഷേ ഖുറാസാനിൽ എന്റെ ഉമ്മയുണ്ട്, എന്റെ കുടുംബമുണ്ട്. ഞാൻ അവരെ ബന്ധം പുലർത്തിയില്ല. ഒരു സ്നേഹ കുടുംബ ജീവിതം പുലർത്തി ഞാൻ അവരോട് ജീവിച്ചില്ല. അതുകൊണ്ട് അന്തലനില്ല മുതൽ അന്തകത്തിരിട്ട് കളഞ്ഞു. സഹോദരങ്ങളെ, ഒന്നിച്ച് ജീവിക്കരുത്. സന്തുഷ്ട കുടുംബമായി ജീവിക്കണമെങ്കിൽ പരസ്പരം പിണങ്ങി ജീവിക്കണം. ഞാൻ അധികം നീട്ടുന്നില്ല, നിങ്ങൾ വന്നല്ലോ. ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആയാലും ഒരു വിഷയത്തിനോടുള്ള കടപ്പാടെന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സ്നേഹിക്കാത്തവർ
വെറുതെ ഭാര്യമായ അടിക്കുന്നവർ, അതുപോലെ ഭർത്താക്കന്മാരെ ധിക്കരിക്കുന്നവർ, എന്നിട്ട് കുടുംബം പരസ്പരം സ്നേഹമില്ലാതെ ജീവിക്കുന്നവർ, ഇതിന്റെ കാരണം എന്താണെന്നറിയുമോ? ഭാര്യ ആരെന്ന് ഭർത്താവിനറിഞ്ഞുകൂടാ, ഭർത്താവ് ആരെന്ന് ഭാര്യക്കറിഞ്ഞുകൂടാ. ഭർത്താവിന്റെ ചിന്ത എന്താണ്? ഞാനീ പറയുന്നതൊക്കെ അനുസരിച്ച് എനിക്ക് ഹിദ്മത്തെടുത്ത് ജീവിക്കേണ്ട ഒരു പെണ്ണാണ്, ഒരു വസ്തുവാണ് പെണ്ണ് എന്ന ധാരണയാണ് ഭർത്താക്കന്മാരുടേത്. മഹർ കൊടുക്കലോ അവരുടെ ശരീരം മുഴുവൻ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന തെറ്റിദ്ധാരണയാണ്. പഠിച്ചു വെച്ചോളൂ ചെറുപ്പക്കാരാ, മഹർ കൊടുക്കുന്നത് നിന്റെ വികാരശമനത്തിനുള്ളൊരു അവയവത്തിന് വേണ്ടിയാണ്. നിനക്ക് ചോറ് വെച്ച് തരൽ അവൾക്ക് നിർബന്ധം അല്ല, നിനക്ക് നത്തലക്കി തരൽ അവൾക്ക് നിർബന്ധമല്ല. പുരുഷന്മാരെണീറ്റൊന്നും പോകണ്ട, ഞാനതിന്റെ മറുഭാഗവും പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ സഹോദരങ്ങളോ, എന്ന് പറഞ്ഞാൽ ആരാത് ആദരിക്കപ്പെടേണ്ടവളല്ലേ? അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഭാര്യ ചീത്ത പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ, ആ ചെറുപ്പക്കാരൻ ആവലാതെ പറയാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിന്റെ ഉള്ളിൽ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നു. അതാ ഭർത്താവിനെ ചീത്ത പറയുന്ന പെണ്ണിന്റെ ശബ്ദമാണ്. ഈ ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് പറഞ്ഞതിനേക്കാളും വലുതാണ് അവിടെ പറയുന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിനെ ഭാര്യ ചീത്ത പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിലേക്ക് വന്ന ചെറുപ്പക്കാരൻ പിടിച്ചതിനേക്കാളും വലുതല്ലേ മാണിയിലുള്ളത്? അതുകൊണ്ട് ഇവിടെ പോയിട്ട് എന്റെ പരാതി എന്ന് പറയാനാ തിരിച്ചു പോരാണ്. ഞങ്ങൾക്കാണോ പോകുന്നത്? ഇങ്ങോട്ട് വാ. തങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഇപ്പം പോകട്ടെ? ഇവിടെ എങ്ങനെയാണ് പരാതി പറയുക? സുബ്ഹാനല്ലാഹ്. ഞാനെന്നാളെ എന്റെ വയറ് വല്ലാണ്ട് പൊങ്ങിയപ്പോ ഒരു വൈദ്യന്റെ അടുത്ത് പോയി. എന്തിനാന്ന് എന്നോട് പറഞ്ഞു, നല്ലൊരു വൈദ്യൻ നിങ്ങൾ അയാൾക്ക് കാണിച്ചേക്കുന്നു പറഞ്ഞു. പിന്നെ ഞാൻ അയാൾ എന്തെങ്കിലും നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്നെക്കാൾ 1 കിലോമീറ്റർ മുന്നിൽ അയാളെ വയറ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഞാൻ പോകാണ്ട് പറഞ്ഞു. അതേപോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോ എന്താ ചെയ്യാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതിനേക്കാളും ചീത്ത പറയുകയാണ്. ഞാൻ തിരിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് വീട്ടിലേക്ക് വരൂ, നീ വന്നതെന്തിനാ? ആ സമയത്ത് മറുപടി പറഞ്ഞു, വന്നതെന്റെ ഭാര്യ എന്നെ ചീത്ത പറഞ്ഞു കളഞ്ഞു. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അഥവാ അടിച്ചാൽ വല്ലതും പറ്റിയാൽ നിങ്ങൾ എന്നെ ജയിലിൽ കൊണ്ടുപോയിടും. പക്ഷേ നിങ്ങളെ ചീത്ത പറഞ്ഞാൽ പിന്നെണ്ടോ നോക്കി കൊടുക്കല്ലേ? നിങ്ങളെ സമയത്തെ പകുതിയെ എന്നെ എന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചു, നിങ്ങളെ ഇങ്ങനെ ചീത്ത പറഞ്ഞ് നിങ്ങളെങ്ങനെ കേട്ടിരിക്കുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് മറുപടി പറഞ്ഞു, പോലെ ഞാൻ എന്റെ ഭാര്യ എന്നെ പറ്റി കുറ്റം പറയുമ്പോ ഞാനത് ക്ഷമയോടെ കേട്ടതിനൊരു കാരണമുണ്ട്. ഞാനവളിൽ ഒരു 4-5 ഗുണങ്ങൾ കാണുന്നുണ്ട്, ഒരു മൂലതരവും കാണുന്നുണ്ട്. ആ ത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ അവള് കുറച്ചെന്നെ അങ്ങ് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. അപ്പൊ എന്താണ് ഗുണം? ഉമർ ഇബ്നുൽ ഖത്താബ് മറുപടി പറഞ്ഞു, വിശന്ന് ഉദ്ദേശിക്കുമ്പോഴേക്ക് അവളും ഭക്ഷണം ഉണ്ടാക്കി എന്റെ മുന്നിൽ കൊണ്ടുതരും. അതാ എനിക്ക് വിശന്ന് ചിന്തിക്കുമ്പോഴേക്ക് ഭക്ഷണം നല്ല അടിപൊളി എത്തണം. അവള് വീട്ടിലുള്ള സാധനങ്ങൾ ഏറ്റവും നന്നാക്കി എനിക്ക് കൊണ്ടുതരും. പിന്നെയോ
അവള് എന്റെ അത് നന്നാക്കി വൃത്തിയാക്കി വീട്ടിലെന്താകി എന്റെ ശരീരത്തിലേക്ക് ഇടിച്ചു വരും. പിന്നെയോ അവളല്ലേ എന്റെ മക്കളെ പോറ്റുന്നത്. അത് നമുക്കങ്ങനെ നിർബന്ധമില്ല. എന്റെ കുഞ്ഞായി മുസ്ലിയാരോട് പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ കുഞ്ഞായി മുസ്ലിയാര് സാധാരണ കൊടുക്കല് 10 റുപ്യാണെങ്കിൽ എല്ലാവരും ഈക്കിന് പണം കൊടുക്കലെങ്കിൽ കുഞ്ഞായി മുസ്ലിയാര് കൊണ്ടം കൊടുത്തു. പെണ്ണുങ്ങൾ ചോദിച്ചു ഇതാണ്. അപ്പൊ മറുപടി പറഞ്ഞു ഞങ്ങളെ രണ്ടാളല്ലേ പകുതി ഞാൻ തൊട്ട് പകുതി ഇനി എടുത്തോന്ന് പറഞ്ഞു. ഏതായാലും 3 മാസം മുല കൊടുത്ത് ഒരു ദിവസം കുഞ്ഞായി മുസ്ലിയാരും എന്താണ് അവര് 3 മാസം ഇങ്ങളും കൊടുക്കുകയും മുലക്ക് 2 ആളതല്ലേ എന്ന് പറഞ്ഞു. മോളെ സ്വന്തമായിട്ട് നടക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞു. പറഞ്ഞു അവളല്ലേ എന്റെ മക്കളെ പോറ്റുന്നത്. മാത്രമല്ല എനിക്ക് ഹറാമായ ഒരു ചിന്തയും വരാതെ വൈകാരികമായി എന്നെ എല്ലാം സംതൃപ്തി നൽകുന്നവൾ അവളല്ലേ. മാത്രമല്ല എന്റെ വീട്ടിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരി അവളാണ്. 1 രൂപ പോലും അനാവശ്യമായി ചെലവാകരുത്. അതാ എന്നിലുണ്ടെങ്കിൽ എന്നെ ഉണർത്തുന്നവൾ അവളാണ്. ഇത്രയും നല്ല ഗുണങ്ങളുള്ള പെണ്ണ് ഒന്ന് എന്നെ ചീത്ത പറഞ്ഞിട്ട് പ്രശ്നമാക്കാനാണ്. ഇപ്പോ ഭർത്താവിനോട് എന്റെ കാര്യം നിങ്ങൾ പറഞ്ഞ ഗുണമൊക്കെണ്ടേതായാലും അതോടൊപ്പം നിങ്ങളെ പറയും പോലെ എന്നെ പറയുന്നു മിണ്ടാണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഭാര്യമാരോട് സ്നേഹം വേണം. പറയുമ്പോ ഞാൻ എന്റെ ഭാര്യമാരായ സഹോദരിമാരോട് പറയട്ടെ, ഇത് പറഞ്ഞിട്ട് നീ വീട്ടിൽ പോയിട്ട് വെറുതെ പറഞ്ഞിട്ട് നാളെ പല്ല് തെറിച്ചു പോയ ഉസ്താദിന്റെ ഭാഗം പല്ലും പോയി എന്ന് പറയരുത്. ചില ചെറുപ്പക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് പെരുമാറണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ കല്യാണം നടക്കുന്നു. അതിന്റെ തലേദിവസം രാത്രി വിളിച്ചു ഒരു മൂലയിൽ കൊണ്ടുപോയി ആ നബി തങ്ങൾ മകളെ ശരീരത്തിലിങ്ങനെ തലയിലിങ്ങനെ തലോടിയിട്ട് പറഞ്ഞു പോലെ ഇന്ന് വരെ എന്റെ ഫാത്തിമ എന്റെ ഉപ്പാന്റെ മകളാണ്. നാളെ നീ ഒരു കുടുംബിണിയാകാൻ പോവുകയാണ്. നിന്റെ കടമ എന്താണെന്നറിയുമോ? നിന്റെ കടമ നിന്റെ നാളത്തെ നിന്റെ വരനെ തൃപ്തിപ്പെടുത്തി മരിക്കലാണ്. അയ്യുമത്തിൽ ഫാത്തിമ ബീവിയോട് പറയുന്നു, നിന്റെ ഭർത്താവ് എങ്ങനെയൊക്കെയാണോ നിനക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നത് ആ നിനക്കൊക്കെ സ്നേഹത്തോടെ വർദ്ധിച്ച് നീ അവരെ നന്നായി വളർത്തി പോറ്റി സ്നേഹിച്ച് ആലോചിച്ച് ജീവിച്ചാൽ ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിച്ചാൽ മോള് സ്വർഗത്തിലാണ് മോളെ. ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം? റസൂല് പറഞ്ഞു, നീ നിന്റെ ഭർത്താവ് ദൂരെ നിന്ന് വരുന്ന കുതിരയുടെ കുളമ്പടി കേൾക്കുമ്പോഴേക്ക് ഓടി നീ വീട്ടിന്റെ വാതിൽക്കൽ ചെല്ലണം. ഒരു വലിയ സ്വീകരണം കൊടുക്കണം. കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങണം. അഥവാ വല്ല കുറവുമുണ്ടെങ്കിൽ പറയരുത്. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തണം. നിന്റെ വീട്ടിലുള്ള ഏറ്റവും നല്ല വെള്ളം നീ നിന്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കണം. പുറത്തേക്ക് ഇറങ്ങുന്ന ഡ്രസ് എടുത്ത് കയ്യിൽ കൊടുക്കണം. അത് ധരിപ്പിക്കണം. പുതിയ ആപ്പിളക്ക് ധരിപ്പിക്കും പോലെ. എന്നിട്ട് നീ വീട്ടിൽ ഇറങ്ങി വാഹനപ്പുറത്ത് കയറി ഭർത്താവ് മറയുന്നത് വരെ നോക്കി നിൽക്കണം. പഠിപ്പിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി അതനുസരിച്ച് പഠിച്ചു പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്നോടൊരു സ്നേഹമായിരുന്നു. വല്ലാത്ത സ്നേഹമാണ്. സമയമില്ല, ഞാൻ നിർത്തുന്നു. നിങ്ങൾ കണ്ടില്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് രോഗത്തിലാണ്. വീട്ടിലേക്ക് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കയറി വരുന്നു. ഫാത്തിമ ബീവിയുടെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയിൽ തലോടി. അതാ എന്ത് പറ്റി, എന്ത് വേണം ഒന്നും മനസ്സിലാകുന്നില്ല. അലി ഇബ്നു അബീ താലിബ് വലിയ
കൃത്യത വിളിക്കുന്നു, വീട്ടിലുള്ള വേലക്കാരിയെ വിളിക്കുന്നു. ഫാത്തിമ ബീവി അലിയുടെ എവിടെയോ എത്തിയിട്ടുണ്ട്, വേഗം തിരിച്ചു വരാൻ പറയൂ. ഫാത്തിമക്ക് അസുഖം കൂടുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഓടി തിരിച്ചു വന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലായി പോയി, ഇത് വിട പറയുകയാണ് എന്ന ഫാത്തിമ വിട പറയുകയാണ്. ഇവിടെയിരുന്നു. ഫാത്തിമ ബീവിയുടെ തലയെടുത്ത് മടിയിൽ വെച്ചു, നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു. ഫാത്തിമ ബീവി അലിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അലിയുവിനെ അലി താലിബ് എന്റെ ഉപ്പ മരിച്ചുപോയി, ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞാനുമിതാ പിരിയുകയാണ് അലിയെ. എന്റെ ഉപ്പ കല്യാണത്തിന്റെ തലേ ദിവസം എന്നെ വിളിച്ചു കൊണ്ടുപോയി മൂലയിൽ നിന്നൊരു ഉപദേശം തന്നിട്ടുണ്ട്. ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ചവന്റെ സ്വർഗത്തിലാണ്. നിങ്ങളോടെന്റെ സ്വഭാവത്തിൽ എന്റെ വല്ല പ്രവർത്തനത്തിലും വല്ല അബദ്ധങ്ങൾ വന്നെങ്കിൽ എനിക്ക് പൊറുക്കണേ, എനിക്ക് പൊറുക്കണേ. മോഹനന്റെ കണ്ണുകളിൽ വെള്ളം വരികയാണ്. മോഹനയുടെ കിഴി പിടിച്ചിങ്ങനെ കിടങ്ങി പൊട്ടിക്കരഞ്ഞൊരു ചുംബനം കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ ഇതാരുടെ മോളാണ് എനിക്ക് ബോധ്യമില്ല എന്നല്ല, പക്ഷേ നബി കല്യാണം കഴിച്ചു തന്നത് ഒരു പാവപ്പെട്ട ഫക്കീറായ അലി ഇബ്നു അബീ താലിബിനാണ്. അതുകൊണ്ട് ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളെ കല്യാണം എനിക്ക് ലഭിച്ചു, കഴിക്കാൻ ഭാഗ്യം ലഭിച്ചു. പക്ഷേ ഈ കയ്യിലുള്ള കയമ്പ് അത് ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി പത്തിരിയുടെ പൊടി പൊടിക്കാൻ ആസങ്കല്ല് പിടിച്ച് തിരിച്ചുള്ള കയമ്പല്ലയോ, അതിനൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതായിരുന്നു. നിങ്ങൾക്ക് വേണ്ടതുപോലെ മുഴുവൻ ചെയ്തു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലേ ഫാത്തിമ? പൊട്ടിക്കറിഞ്ഞ് പറയുന്നു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി, രണ്ടുപേരും കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്നൊരു സ്നേഹമാണെന്നൊരു സന്തുഷ്ട കുടുംബ ജീവിതമാണ്. അലി ഇബ്നു അബീ താലിബ് നിങ്ങളെ മടിയിൽ കിടന്ന് ഫാത്തിമ തഹ്മീദ് ചൊല്ലി ലോകത്തോട് വിട പറയുന്നു. എല്ലാ കർമ്മങ്ങളിലും അലി ഇബ്നു അബീ താലിബ് ഹെൽപ്പ് ചെയ്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചു. അലി ഇബ്നു അബീ താലിബ് തങ്ങളതാ ഒരുപാട് സമയം അവിടെ നിന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. സ്നേഹം കൊണ്ട് ഭാര്യയുടെ സ്മരണത്തിലേക്ക് ചെല്ലുകയാണ്. അസ്സലാമു അലൈകി യാ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് സലാം പറയുന്നു. കുറേ വട്ടം, ഒരു വട്ടമല്ല കുറേ വട്ടം സലാം പറഞ്ഞു. എന്റെ ഫാത്തിമ ഞാനെങ്ങാനും വീട്ടിന്റെ ദൂരെ നിന്നൊരു സലാം പറഞ്ഞെങ്കിൽ എന്നെ വിളിച്ചിട്ട് വലൈക്കും സലാം എന്ന് പറയുന്ന പൊന്നു ഫാത്തിമ ഖബറിന്റെ അടിയിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ചൊല്ലിപ്പോയി മററുതു അലൽ ഖുബൂരി മുസല്ലിമാ ഖബറൽ ഹബീബി ഫലം യറുദ്ദ ജവാബി. ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് ചെല്ലുന്ന ഫാത്തിമ, ഈ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് മറന്നുപോയോ? സ്നേഹത്തിലാണ് നമ്മൾ ജീവിച്ചത്. ഞാൻ എത്ര സമയമായി സമയമായി സലാം പറയുന്നു, ഒരു മറുപടി തന്നില്ലല്ലോ. രീതി കണ്ടുപോ ഹബീബു ജവാബിക്കൊന്നു അലി ഇബ്നു അബീ താലിബ് തങ്ങളെ. ഞാൻ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഖബറിന്റെ ഉള്ളിലും ഞാൻ സ്നേഹത്തിൽ തന്നെയാണ്. പക്ഷേ
രണ്ടും രണ്ട് ലോകത്തായി പോയില്ലേ? ഇതാണ് സന്തുഷ്ട കുടുംബ ജീവിതം. അതാണ് നമ്മളും വേണ്ടത്. വിട്ടുവീഴ്ചയാണ് അതിന്റെ ഏറ്റവും വലിയ വഴി. മുറാഹിമായ റബ്ബേ, ഞങ്ങൾക്ക് നീ സന്തോഷമുള്ള സന്തുഷ്ട കുടുംബ ജീവിതം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. എല്ലാവിധ ശർറുകളും അർഹമുറാഹിമായ റബ്ബായ നീ ഞങ്ങളെ തൊട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ തൊട്ട് നീ ദൂരീകരിക്കണം റഹ്മാനേ. വലിയ സാദാത്തുക്കളുടെ പരിപാടിയാണ്. വലിയ മഹാന്മാരായ സാദാത്തുകൾ ഈ സദസ്സിലുണ്ട്. അവരുടെ അവരുടെ ഉപാധിയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അഹ്മദുൽ കബീർ ദിഫായി തങ്ങളും പാപ്പമാരുടെ കൂട്ടത്തിൽ ഒരു വലിയ നേതാവാണ്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ ഈ സദസ്സ് കബൂൽ ചെയ്യണം റഹ്മാനേ. ചെറുതും വലുതുമായി രഹസ്യ പരസ്യമായ എല്ലാ കുറ്റങ്ങളും അർഹമുറാഹിമായ റബ്ബായ നീ ഞങ്ങളെ തൊട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ തൊട്ട് വിട്ടുപുറത്ത് ഉറപ്പാക്കിത്തരണം റഹ്മാനേ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും നീ ഞങ്ങളെ തൊട്ട് ദൂരീകരിക്കണം റഹ്മാനേ. ഖൈറും ബറക്കത്തും നീ ഏറ്റിത്തരണം റഹ്മാനേ. നമ്മള് തങ്ങൾ വന്നത് മുറ്റത്ത് ഈ പരിപാടിയൊക്കെ നടത്താനുള്ള സൗകര്യത്തിന് ഒരു ഷീറ്റിട്ടും കൂടി കിട്ടണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഇതിലേക്ക് നമ്മളൊക്കെ ഞാനിപ്പോ ചോദിക്കുന്നതിന് തങ്ങൾ ചോദിച്ചാൽ അറിയാം. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരു ഉദ്ഘാടനം ചെയ്താൽ അല്ലാഹു തആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിയന്ത്രിക്കുന്നുണ്ട് അല്ലാഹു തആല. ഈ സദസ്സിൽ വലിയ മുബാറക്കായ വലിസാണ് അർഹമുറാഹിമായ റബ്ബേ ഈ സദസ്സിൽ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ ആപത്തും മുസീബത്തും അല്ലാഹു നമ്മളെ തൊട്ട് നമ്മുടെ കുടുംബത്തോട് അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്താൽ ഇപ്പം കൊടുക്കുന്നില്ല. നമ്മളുടെ ഒരു ഷീറ്റും ഉണ്ടാവും ഞങ്ങളെ പരിപാടിയുടെ സൗകര്യത്തിന് വേണ്ടി. അല്ലാഹുവേ, ആര് നൽകുന്നുവോ അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനേ. സകലവിധ സന്തോഷങ്ങളും നൽകണം റഹ്മാനേ. അതിനിടയ്ക്ക് ആരെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. തങ്ങളുമായി വലിയ ബന്ധമുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ചെറിയ സംഭാവനകളൊക്കെ നൽകി, അല്ലെങ്കിൽ നല്ല സംഭാവനകളൊക്കെ നൽകി ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട സബൂർ തങ്ങൾ അവരുടെ തങ്ങളുടെ മക്കളെ കൂട്ടത്തിൽ ഒരാളാണ്. വലിയ കബീലയാണത്. അവരുടെയൊക്കെ ദുആ ഈ മജ്ലിസിലുണ്ട്. അർഹമുറാഹിമായ റബ്ബേ ഈ സദസ്സിൽ ഖൈറും ബർക്കത്തും നൽകട്ടെ. അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുപ്പി കൂവപ്പൊടി തങ്ങൾ പാപ വന്നതാണ്. അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. 100 രൂപ 500 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ വാങ്ങുന്നവർക്ക് ബർക്കത്തും റഹ്മത്തും ഏറ്റിത്തരണം റഹ്മാനേ. നീ അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണം റഹ്മാനേ. എല്ലാവിധ ശർറുകളും നീ ദൂരീകരിക്കണം റഹ്മാനേ. വലിയ തങ്ങന്മാരൊക്കെ ഉള്ള മജ്ലിസാണ്. ഞാൻ ദ്വാരക്കുന്നത് ശരിയല്ലെന്നാലും അവര് ആമീൻ പറയുമ്പോൾ ഒരു ദുആയുടെ സ്ഥാനത്താണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഇത് വാങ്ങുന്നവരുടെ കുടുംബത്തിലും ജീവിതത്തിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ. 500 രൂപ പെണ്ണുങ്ങളാരെ വിളിച്ചാൽ 1000 രൂപ. ആരും പോലെ
തങ്ങളുടെ തങ്ങളുടെ രാജ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഇത് വാങ്ങുന്നവർക്ക് നീ സന്തോഷം നൽകുന്ന റഹ്മാനേ, അവർക്ക് ഖൈറായ മക്കളെ നീ നൽകണേ അല്ലാഹ്. പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്.